നമസ്കാരം. ചേലക്കരയിലും വയനാട്ടിലും ഉപതെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണം അവസാനിച്ചു. അത്യാവേശപൂർവ്വം 3 മുന്നണികളുടെയും പ്രവർത്തകർ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. വയനാട്ടിൽ രാഹുലും പ്രിയങ്കയും ഒരുമിച്ച് റോഡ് ഷോ നടത്തി. മറ്റന്നാളാണ് വോട്ടെടുപ്പ്. ഉപതെരഞ്ഞെടുപ്പ് നൽകുന്ന സന്ദേശം ആണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ശ്രീ വി കെ സനോജ് CPM, ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ്, ശ്രീ എസ് സുരേഷ് BJP എന്നിവർ. ആദ്യം ശ്രീ ജിൻഡോ ജോൺ, പാലക്കാട് ഒരാഴ്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പുള്ളൂ. ചേലക്കര ഒരു സിഗ്നൽ നൽകാവുന്ന തെരഞ്ഞെടുപ്പാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF മുന്നിട്ട് നിന്ന 19 സെഗ്മെന്റുകളിൽ ഒന്ന് ചേലക്കരയാണ്. 1996 മുതൽ തുടർച്ചയായി LDF ജയിക്കുന്ന മണ്ഡലമാണ്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ 39,800 വോട്ടുകൾക്ക്, ഏതാണ്ട് 40,000-നടുത്ത് വോട്ടുകൾക്ക് വൻപിച്ച വിജയം LDF നേടിയ ഒരു അസംബ്ലി സെഗ്മെന്റാണ്. അവിടെ നിങ്ങൾക്കൊരു അട്ടിമറി സാധിക്കുകയാണ് എങ്കിൽ അത് വലിയ മാറ്റമുണ്ടാക്കുമെന്നുള്ളത്, അല്ലെങ്കിൽ വലിയൊരു സന്ദേശം നൽകുമെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുമ്പോഴും LDF അല്ലേ ഒരു പൊടിക്ക് മുന്നിൽ? ഇതിൽ അട്ടിമറി സംഭവിക്കുകയാണെങ്കിൽ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റിൽ കാര്യമായ അർത്ഥമില്ല. കാരണം അവിടെ അട്ടിമറി സംഭവിച്ചിരിക്കും. കാരണം കോൺഗ്രസ് അവിടെ അത്രത്തോളം ശക്തമായിട്ടുള്ള പ്രവർത്തനം, ബൂത്ത് കേന്ദ്രീകരിച്ച് ഓരോ സാധാരണ മനുഷ്യരെയും നേരിട്ട് കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ, അടുക്കും ചിട്ടയുമുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 28 വർഷത്തെ ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ആ 28 വർഷവും കാണാത്ത രീതിയിലുള്ള അതിശക്തമായിട്ടുള്ള താഴെത്തട്ടിലുള്ള പ്രവർത്തനം ക്രമീകരിക്കാൻ UDF സംവിധാനത്തിന് ചേലക്കരയിൽ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കെ രാധാകൃഷ്ണന് 39,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ചേലക്കരയിൽ നിന്ന് കിട്ടി എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനുശേഷം 3 വർഷത്തിന് ശേഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതേ സ്ഥാനാർത്ഥിക്ക് അതേ നിയോജക മണ്ഡലത്തിൽ ആ 39,000-ൽ നിന്ന് 5,000-ലേക്ക് ഭൂരിപക്ഷം കുറയുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുറവുകൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാരിനോടുള്ള അതിശക്തമായിട്ടുള്ള ജനവികാരം തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ചോദ്യം അവിടെയാണ്. ഇപ്പൊ ഭരണവിരുദ്ധ വികാരം ടെസ്റ്റ് ചെയ്യപ്പെടും. നോക്കൂ, പാലക്കാട് നിങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ്, വയനാടും സിറ്റിംഗ് സീറ്റാണ്. ഈ 2 സീറ്റുകൾ വയനാട്ടിലും പാലക്കാടും ജയിച്ചാലും ചേലക്കര LDF നിലനിർത്തിയാൽ സ്റ്റാറ്റസ് കോ ആണ്. മുമ്പ് എങ്ങനെയായിരുന്നു അങ്ങനെ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സ്ഥിതി അതേപടി തുടരുന്നു എന്നുള്ളതിനപ്പുറത്ത് കേരള രാഷ്ട്രീയത്തിൽ ഒരു വമ്പിച്ച മാറ്റം എന്ന സൂചന ആ റിസൾട്ടിന് നൽകാൻ കഴിയില്ല. അതുകൊണ്ട് ചേലക്കര കൂടി പിടിച്ചാലേ നിങ്ങൾ ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരത്തിന്റെ കൊടുങ്കാറ്റ് കേരളത്തിൽ ആഞ്ഞടിക്കുന്നു എന്ന് പറയാൻ കഴിയൂ. അഭിലാഷ്, ഇതിൽ ചേലക്കര കൂടി പിടിച്ചാലേ എന്നുള്ളൊരു വാക്കില്ല ഞങ്ങളുടെ മുമ്പിൽ. ചേലക്കര ഞങ്ങൾ പിടിച്ചിരിക്കുമെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസമാണ്. അതിലൊരു സംശയവും വേണ്ട. കാരണം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ 10-35,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കെ രാധാകൃഷ്ണന് അതേ നിയോജകമണ്ഡലത്തിൽ കുറയുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം പഞ്ചായത്തിൽ പുറകെ പോകുന്നു, സ്വന്തം ബൂത്തിൽ പുറകെ പോകുന്ന സാഹചര്യമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത് എന്താ? അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 8.25 വർഷം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നടപടികളാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ LDF ക്യാമ്പുകളിൽ നിന്ന് ഈ 8.25 വർഷം കേരളം ഭരിച്ച പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടല്ലല്ലോ അവർ വോട്ട് തേടുന്നത്. നമ്മൾ എവിടെയെങ്കിലും കണ്ടോ? സർക്കാരിന്റെ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് LDFന്റെ കൺവീനറോ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയോ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോ പറയുന്നില്ല. നേരെ തിരിച്ച് ഇപ്പുറത്ത് ഈ സർക്കാരിനെതിരെ കഴിഞ്ഞ 8.25 വർഷം നിരന്തര പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന UDFന്റെ പ്രതിപക്ഷത്തിന്റെ സമര പോരാട്ടങ്ങളുടെ വിലയിരുത്തലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് ധൈര്യപൂർവ്വം പ്രതിപക്ഷ നേതാവ് പറയുക, ധൈര്യപൂർവ്വം KPCC പ്രസിഡന്റ് പറയുകയല്ലേ. ഞങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസമാണ്. പാലക്കാടും വയനാടും മാത്രമല്ല, ചേലക്കര പിടിച്ചെടുത്തുകൊണ്ട് രാഷ്ട്രീയ കേരളത്തിന്റെ അഭിപ്രായം എന്താണെന്ന് വരുന്ന 23-ാം തീയതി രേഖപ്പെടുത്താൻ കോൺഫിഡൻസോടുകൂടിയാണ് കോൺഗ്രസുകാർ ഉറക്കമെഴുന്നേൽക്കുക. ഓക്കെ, ശ്രീ വി കെ സനോജ്, നോക്കൂ, 18 മാസമേ ഉള്ളൂ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് എന്ന സവിശേഷമായ സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഉപതെരഞ്ഞെടുപ്പിനെ വിലയിരുത്തേണ്ടത്. ഒന്നാമത്തെ കാര്യം, പിണറായി വിജയൻ 2 അധികാരത്തിലെത്തിയതിനു ശേഷം നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിലും LDF ജയിച്ചിട്ടില്ല. അതൊക്കെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് എന്നുള്ളത് ഒരു ന്യായമായി പറയാം. പക്ഷേ ഇത് നിങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ്. ചേലക്കര പോയാൽ അത് ആലോചിക്കാൻ കഴിയാത്ത വണ്ണമുള്ള ആഘാതമായിരിക്കുമെന്ന തിരിച്ചറിവ് LDFനെ സംബന്ധിച്ചുള്ളൂ. താങ്കൾ അവിടെ കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയ ഒരാളെന്നുള്ള നിലയിൽ കൂടി ചോദിക്കുകയാണ്. ചേലക്കരയിലെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഇടതുപക്ഷം വിജയിക്കും. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിവിധ വാർഡുകളിൽ ഉൾപ്പെടെ നിരവധി തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞിരുന്നു. ആ തെരഞ്ഞെടുപ്പുകളിൽ എത്ര സീറ്റാണ് UDFൽ നിന്ന് ഇടതുപക്ഷം പിടിച്ചെടുത്തത്? BJPയിൽ നിന്ന് എത്ര പിടിച്ചെടുത്തു? അപ്പൊ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വിജയമുണ്ടായി. ആ വിജയത്തെ തുടർന്ന്
ഇനി എല്ലാ കാലത്തും തങ്ങളുടേതായിരിക്കും വിജയം എന്ന് ധരിക്കേണ്ടതില്ല. 2019 ഓർമ്മ വേണം. അതിനുശേഷമാണ് 2020-ഉം 2021-ഉം ഉണ്ടായത്. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുപാട് വിശദീകരിച്ചതാണ്. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് വിജയത്തെ മുൻനിർത്തി ഇടതുപക്ഷത്തെ എല്ലാ നിലയിലും തോൽപ്പിച്ച് കളയാം എന്നൊരു ധാരണയും വേണ്ടതില്ല. അതുകൊണ്ട് ചേലക്കരയിലും പാലക്കാട് ഉൾപ്പെടെ വമ്പിച്ച നിലയിൽ ഇടതുപക്ഷം വിജയിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത് വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ്. ഇവിടെ ഇപ്പൊ പറഞ്ഞല്ലോ, സർക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിനകത്ത് ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല എന്ന്. ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇത്രമാത്രം പ്രതിസന്ധി ഉണ്ടാവാൻ ഇടയായിട്ടുള്ള രാഷ്ട്രീയം കൂടി വിശദീകരിച്ചുകൊണ്ടാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സംസ്ഥാനത്തിന്റെ റവന്യൂ, അതുമായി ബന്ധപ്പെട്ട വരുമാനം, അത് എങ്ങനെയെല്ലാം നിഷേധിക്കപ്പെടുന്നു എന്ന ഗൗരവമായ കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ട, ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട സമ്പത്ത് പല വിധത്തിലും കേന്ദ്രം കേന്ദ്രീകരിച്ച് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിഹിതം കിട്ടാത്തതും കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന കൊടിയ അവഗണനയും സംബന്ധിച്ച് നല്ലതുപോലെ ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ എസ് സുരേഷ്, BJP-യെ സംബന്ധിച്ച് തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം, അവിടുത്തെ വിജയത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. തൃശ്ശൂർ ജില്ലയിലാണ് ചേലക്കര നിയമസഭാ നിയോജക മണ്ഡലം. അപ്പോൾ കഴിഞ്ഞ തവണത്തേത് സുരേഷ് ഗോപിയുടെ ഒരു വൺമാൻ ഷോ അല്ല, ഒരു ഫ്ലൂക്ക് അല്ല എന്ന് തെളിയിക്കാനുള്ള ഒരു ചാൻസ് കൂടിയാണ് നിങ്ങളെ സംബന്ധിച്ച്. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നമുക്കറിയാം BJP-യുടെ പെർഫോമൻസ് മോശമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനൊരു ഉദാഹരണമാണ്. എന്ന് മാത്രമല്ല, അതിനുശേഷം നടന്ന പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പുകൾ പുതുപ്പള്ളിയും തൃക്കാക്കരയും വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു BJP കാഴ്ചവെച്ചത് എന്നതുകൂടി കണക്കിലെടുത്താൽ ചേലക്കര അതുപോലെ തന്നെ വയനാട്, ഇത് രണ്ടും ബൂത്തിലേക്ക് പോവാണല്ലോ മറ്റന്നാൾ, ഒരു ദുസ്വപ്നം നൽകുന്നുണ്ടോ? ശ്രീ അഭിലാഷ്, ചേലക്കര ആദ്യം നമുക്ക് എടുക്കാം. ചേലക്കരയിൽ BJP-യുടെ സ്ഥാനത്ത് ശ്രീ K. ബാലകൃഷ്ണൻ അവിടുത്തെ തിരുവില്ലാമല പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിരുന്നു. 2 പ്രാവശ്യമായിട്ട് പട്ടികജാതിക്കാരനായിരുന്നിട്ടും ജനറൽ സീറ്റിൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളരെ ജനകീയനായിട്ടുള്ള തദ്ദേശീയനായിട്ടുള്ള പൊതുപ്രവർത്തകനാണ് BJP-യുടെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിത്വത്തിൽ ഞങ്ങൾക്ക് ഒരു അപ്പർ ഹെഡ് കിട്ടിയിട്ടുണ്ട്. നല്ല ഭരണം കാഴ്ചവെച്ചു. ഇവിടുത്തെ CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് ചേർന്ന് ആ ഭരണം ഭരിച്ച് താഴെ ഇട്ടു. അതിനെതിരായിട്ടുള്ള ഒരു ജനവികാരം ചേലക്കരയിൽ പൊതുവേ ഉണ്ട്, തിരുവില്ലാമലയിൽ പ്രത്യേകിച്ചുണ്ട്. ഇവിടെ നമ്മളൊന്ന് കാണേണ്ടത്, അവിടെ 28 വർഷമായിട്ട് CPM മാത്രമാണ് അവിടുത്തെ MLA. അതിൽ 23 വർഷവും അവിടുത്തെ MLA ആയിരുന്നത് ശ്രീ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മുൻ സ്പീക്കറും മന്ത്രിയുമാണ്. അതുകൂടാതെ 5 വർഷം ഇപ്പോഴത്തെ പ്രദീപ് അവിടെ MLA ആയിരുന്നു. ഈ കേരളത്തിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന അസംബ്ലി മണ്ഡലങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം ചേലക്കര ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഏതൊരു സംശയമില്ല. 500ഓളം വരുന്ന പട്ടികജാതി സങ്കേതങ്ങൾ അവിടെയുണ്ട്. അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ പോലും, കുടിവെള്ളം പോലും, ടാർപ്പയല്ലാതെ ഒരു റൂഫ് പോലും കെട്ടിക്കൊടുക്കാൻ സാധിക്കാത്ത ദയനീയ സാഹചര്യം ആ ചേലക്കരയിൽ നമുക്ക് പോയാൽ കാണാൻ സാധിക്കും. കർഷകനും കർഷക തൊഴിലാളിയുമാണ് അവിടെയുള്ളത്. അവരുടെയൊക്കെ പുറത്ത് ചെങ്കൊടി കുത്തിക്കൊടുത്തതല്ലാതെ അവർക്ക് ഒരു വികസനവും എത്തിക്കാൻ 28 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി MLA ആയിരുന്നവർക്ക് സാധിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള വശം ഒരിടത്ത് നിൽക്കുന്നു. ഇനി കോൺഗ്രസ് അവിടെ പിടിച്ചെടുക്കുമെന്നൊക്കെ ഉള്ള മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം കണ്ടപ്പോൾ അവരോട് സഹതാപം തോന്നുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷം പാട്ടും പാടി നടന്ന ഒരു MP അവിടെ ഉണ്ടായിരുന്നു. ആ MP ചേലക്കരയിലൂടെ ഒന്ന് പാട്ടുപാടിയെങ്കിലും പോയിട്ടുള്ളതായിട്ട് ചേലക്കരക്കാർക്ക് അറിയില്ല. ആ MP ആണ് ഇപ്പോൾ അവിടെ അസംബ്ലിയിലേക്ക് വന്ന് മത്സരിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഈ നാടിനെ പ്രതിനിധീകരിച്ച്, ആ നാടിനെ ഒറ്റുകൊടുത്ത്, ആ നാടിനെ ചതിച്ച്, ആ നാട്ടിലെ ജനതയുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിയ 2 നേതാക്കന്മാരാണ്, 2 മുന്നണികളാണ് അവിടെ മത്സരിക്കുന്നത്. അതേ സമയത്ത് ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു പഞ്ചായത്തിലെങ്കിലും മര്യാദയ്ക്ക് പ്രവർത്തിച്ച് ഇവർ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അസ്വസ്ഥത ഉണ്ടായപ്പോൾ അവർ ഒരുമിച്ച് ചേർന്ന് വലിച്ച് താഴെയിട്ട, അവിശ്വാസം കൊണ്ടുവന്ന് താഴെയിട്ട അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ടിരിക്കുന്നു. നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത് BJP-യുടെ കേരള ചരിത്രത്തിൽ സുവർണാലേഖിതം ചെയ്യപ്പെടേണ്ട ഒരു ചരിത്രം സംഭാവന ചെയ്ത ജില്ലയാണ്. BJP-യുടെ താമര ചിഹ്നത്തിൽ ഒരാളിനെ ആദ്യമായിട്ട് പാർലമെൻറ്റിലേക്ക് അയച്ച ജില്ലയാണ്. ആ ജില്ലയിൽ ഉൾപ്പെടുന്ന ചേലക്കര സ്വാഭാവികമായിട്ടും BJP-യെ സംബന്ധിച്ച് വളരെ സംഘടനാ തലത്തിൽ വിജയസാധ്യതയും പൊട്ടൻഷ്യലുമുള്ള ഒരു മണ്ഡലമാണ്. അതിനനുസരിച്ചുള്ള സംഘടനാ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന കാര്യം മുതൽ ഇന്നും ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനത്തിൽ വരെ ഇടതിനെയും വലതിനെയും
പിന്നിലാക്കിക്കൊണ്ട് BJPക്ക് ഏറെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അവിടുത്തെ അടിസ്ഥാന സംഘടനാ പ്രവർത്തനത്തിൽ വളരെ ദയനീയമായിട്ടുള്ള സാഹചര്യമാണെന്ന് 10 ദിവസം ചേലക്കരയിൽ പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ ഞാൻ പറയുന്നു. ഓക്കെ, നമുക്ക് ഓരോ വിഷയങ്ങളായിട്ട് ചർച്ച ചെയ്യാം. ശ്രീ ജിന്നോ, ഇവിടെ നേരത്തെ ശ്രീ സനോജ് ഒരു ചരിത്രം സൂചിപ്പിച്ചു. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം UDF നേടുന്നു. അതോടെ LDFന്റെ ചരമഗീതം എല്ലാവരും എഴുതി. ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ആദ്യത്തെ ബൈ ഇലക്ഷൻ UDFന്റെ ഏറ്റവും പ്രമുഖ നേതാവായിരുന്ന KM മാണി കൈവശം വെച്ചിരുന്ന പാല UDFന് കൈമോശം വരുന്നു. അതിനുശേഷം 2 മാസം കഴിഞ്ഞ് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട K മുരളീധരന്റെയും അടൂർ പ്രകാശിന്റെയും കോൺസ്റ്റിറ്റ്യുവൻസികൾ കോന്നിയും വട്ടിയൂർക്കാവും UDFന് നഷ്ടമാകുന്നു. അപ്പോൾ മുതൽ കേരളത്തിന്റെ രാഷ്ട്രീയം തിരിയുകയാണെന്ന സൂചന വരികയാണ്. അതായത് 2019 ലോക്സഭാ ഇലക്ഷന്റെ അന്തരീക്ഷത്തിൽ നിന്ന് കേരള രാഷ്ട്രീയം 8 മാസം കൊണ്ട് മാറി എന്ന സന്ദേശം അതോടുകൂടി എസ്റ്റാബ്ലിഷ്ഡ് ആയി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾ വമ്പിച്ച വിജയം നേടി. ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാണ് 3 മണ്ഡലങ്ങളിൽ. ഇതൊരു ചാൻസ് ആണ്. കഴിഞ്ഞ തവണത്തേത്, അതായത് 2019 ആവർത്തനമാണോ ഉണ്ടാവുക എന്നറിയാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ചരിത്രപരമായ നമ്മുടെ സമീപകാല ചരിത്രത്തിലെ ഒരു ഉദാഹരണം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അല്ല അഭിലാഷേ, അങ്ങനെയാണ് കൂട്ടിക്കെട്ടുന്നെങ്കിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറി ഒഴുകി അതിനുശേഷം പിണറായി സർക്കാരിന് തുടർഭരണം കിട്ടുന്നു, പഞ്ചായത്ത് ഇലക്ഷൻ ജയിക്കുന്നു, അങ്ങനെയാണ് കണക്കൂട്ടുന്നെങ്കിൽ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം നടന്ന 2 ബൈ ഇലക്ഷൻ, തൃക്കാക്കര ബൈ ഇലക്ഷനും പുതുപ്പള്ളി ബൈ ഇലക്ഷനും, മുൻപ് PT തോമസിനും അതിനു മുമ്പ് ഉമ്മൻചാണ്ടിക്കും ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തെക്കാൾ 10 മടങ്ങ് ഇരട്ടി ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തൃക്കാക്കരയിൽ 100 തയ്ക്കാൻ വന്ന പിണറായി സർക്കാരിന്റെ അവകാശവാദങ്ങളൊക്കെ എവിടെ എത്തിച്ചു ജനങ്ങളെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെയും കൂടി നമ്മൾ കണക്ക് കൂട്ടണമല്ലോ. അങ്ങനെയാണെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ പരാജയം തുടങ്ങുന്ന അവിടെ നിന്നാ തൃക്കാക്കര ബൈ ഇലക്ഷൻ, അതിനുശേഷം വരുന്ന പുതുപ്പള്ളി ബൈ ഇലക്ഷൻ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട്, ഇനി വരുന്ന ഇപ്പോൾ നടക്കുന്ന ഈ 3 ബൈ ഇലക്ഷനും കൂടി ആവുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ അന്ത്യം കുറിക്കുന്ന യാത്രയിലേക്കാണ് കേരളത്തിലെ ജനാധിപത്യ മനസ്സ് പോകുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഏതായാലും 23-ാം തീയതി വരെ കാത്തിരുന്നാൽ മതിയല്ലോ. അതുവരെ ആർക്കും വെല്ലുവിളി നടത്താം. ഇപ്പൊ തൃക്കാക്കര ബൈ ഇലക്ഷന്റെ സമയത്തും പുതുപ്പള്ളി ബൈ ഇലക്ഷന്റെ സമയത്തൊക്കെ ഈ വെല്ലുവിളി നമ്മൾ കണ്ടതാണ്. 2019 അങ്ങനെയല്ലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ രണ്ടാം സംസ്ഥാന സർക്കാർ പിടിച്ചില്ലേ, തുടർഭരണം കിട്ടിയില്ലേ എന്നൊക്കെയാണ് CPM-ന്റെ പ്രതിനിധികൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ അന്നും തർക്കിച്ചു. കേരളത്തിലെ ജനവിധിയുടെ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായല്ലോ. അത് തന്നെ ഞാൻ പറയുന്നത്. ഈ ബൈ ഇലക്ഷന് ശേഷം ഇപ്പൊ BJPയുടെ പ്രതിനിധി അവരുടെ പാർട്ടിയുടെ ഒരു വീക്ഷണകോണിൽ നിന്നാണ് കോൺഗ്രസിനെ കാണുന്നത്. പക്ഷെ അവർക്ക് ഒരു അബദ്ധം പറ്റുന്ന എവിടെയാണെന്ന് 23-ാം തീയതി തിരിച്ചറിയും. ഞങ്ങൾ ചേലക്കരയിൽ രമ്യ ഹരിദാസ് അവിടെ ജയിച്ചിരിക്കും. ഇനിയിപ്പോൾ LDFന്റെ BJPയുടെ പ്രതിനിധി തന്നെ പറഞ്ഞ എന്താ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റയാളാണ് രമ്യ ഹരിദാസ് എന്ന്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റയാളല്ലേ പാലക്കാട് നിങ്ങളുടെ സ്ഥാനാർത്ഥി? തോറ്റയാൾക്ക് വീണ്ടും മത്സരിക്കാൻ പാടില്ല എന്ന് വല്ല നിയമവും ഇതിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എത്രയോ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിരന്തരം 2 സീറ്റിൽ ഒരേ സമയം മത്സരിച്ച് തോറ്റിട്ടുള്ള ആളല്ലേ ഈ K സുരേന്ദ്രൻ? അദ്ദേഹത്തെ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിപ്പിക്കാറില്ലേ? അപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുക വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അതാത് പാർട്ടിയുടെ സ്വാതന്ത്ര്യത്തിനെങ്കിലും ദയവായി വിട്ടുതരണം. ഞങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസമുള്ള ഏറ്റവും മെറിറ്റ് ഉണ്ടെന്ന് അല്ല ആയിക്കോട്ടെ നിങ്ങളുടെ സുരേഷ് ഗോപി അവിടെ MP ആണല്ലോ. തൃശ്ശൂർ ജില്ലയെ കുറിച്ചാണല്ലോ നിങ്ങൾ അഭിമാനം കൊള്ളുന്നത്. തൃശ്ശൂർ ജില്ലയിൽ സുരേഷ് ഗോപി MP ആകുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കരുവന്നൂരിലെ കള്ള സഖാക്കന്മാരെ പിടിച്ചകത്തിടുമെന്ന് പറഞ്ഞു. എന്താ നടക്കുന്നത്? മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ മാത്രമല്ല മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ പിടിച്ചകത്തിടുമെന്ന് പറഞ്ഞു. എന്തൊക്കെയാ പറയുന്നത്? മുഖ്യമന്ത്രിയുടെ തന്തയ്ക്ക് വിളിക്കാനല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കേന്ദ്രമന്ത്രിക്ക് തൃശ്ശൂരിൽ നിന്ന് ജയിച്ചിട്ടുള്ള നിങ്ങളുടെ BJPയുടെ MPക്ക് സാധിച്ചിട്ടുണ്ടോ? ഒന്നും സാധിച്ചിട്ടില്ല. അദ്ദേഹം MP ആയി ജയിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് കേരളത്തിന്റെ പൊതുസമൂഹം കേട്ടിട്ടുള്ള വാക്കുകൾ നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന് ചേർന്നതായിരുന്നോ? അദ്ദേഹം സിനിമ ഡയലോഗ്, രഞ്ജി പണിക്കരും അല്ലെങ്കിൽ രഞ്ജിത്തും ഒക്കെ എഴുതി കൊടുക്കുന്ന സിനിമ ഡയലോഗ് കാണാപ്പാടം പഠിച്ചു പറയാമെന്നല്ലാതെ പൊതുസമൂഹത്തെ അഡ്രസ് ചെയ്യുന്നതിൽ അദ്ദേഹം എത്രത്തോളം മോശമായ രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ. അദ്ദേഹം ചാനൽ ക്യാമറയുമായി വരുന്ന അല്ലെങ്കിൽ മൈക്കുമായി വരുന്ന ചാനൽ പ്രവർത്തകരെ വരെ വിളിച്ച് രഹസ്യമായിട്ട് ഭീഷണിപ്പെടുത്തുന്നു. എന്തൊക്കെയാണ് സുരേഷ് ഗോപി കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു MP എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക്, ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഈ ഇലക്ഷന് ശേഷം ഈ 6 മാസത്തിനുള്ളിൽ എന്ത് കാര്യങ്ങളാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ ഗോഗ വിളികളും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകളെ ചീത്ത വിളിക്കുന്നതും വർഗീയ പരാമർശം നടത്തുന്നതിനപ്പുറം ഒരു ക്രിയാത്മകമായിട്ട് MP-യുടെ നിലയിൽ അദ്ദേഹം എന്ത് ചെയ്യാൻ സാധിച്ചു? ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. എന്തിന് BJP പ്രവർത്തകർക്ക് പോലും സുരേഷ് ഗോപിയെ കുറിച്ചിട്ട് ആക്ഷേപമുണ്ടല്ലോ. കോൺഗ്രസ്സുകാരുടെയോ CPM-കാരുടെയോ മറ്റാളുകളുടെ അല്ലല്ലോ, മാധ്യമ പ്രവർത്തകരുടെ പൊതുജനങ്ങളുടെ ആക്ഷേപമല്ലല്ലോ. BJP പ്രവർത്തകർ പോലും കേന്ദ്രത്തിന് പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ആ സുരേഷ് ഗോപിയെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ചേലക്കര പിടിക്കാമെന്ന് വിചാരിച്ചാൽ അത് വ്യാമോഹം മാത്രമാണ്. ചേലക്കരയിൽ രമ്യ ഹരിദാസ് വരുന്ന 23-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ കേരള നിയമസഭയുടെ പടിക്കെട്ട് നടന്നു കയറുന്നത് രമ്യ ഹരിദാസ് കൈപ്പത്തി ഉയർത്തി പിടിച്ചുകൊണ്ടായിരിക്കും. ശരി, ഓക്കെ. സനോജ്,
ഒന്ന് സർക്കാർ വിലയിരുത്തപ്പെടുമോ എന്ന ഒരു വലിയ ചോദ്യം. ഇപ്പോൾ നമ്മൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചരണം കണ്ടിട്ടുണ്ട്. മന്ത്രിമാരൊക്കെ കേന്ദ്രീകരിച്ച് പിണറായി വിജയന്റെ ക്യാപ്റ്റൻ എന്ന ക്യാപ്ഷനോട് കൂടിയുള്ള പടം തുടങ്ങിയവയൊക്കെ. ഞാൻ ചേലക്കരയിൽ പോയപ്പോൾ അങ്ങനെ നിങ്ങളുടെ ചിഹ്നവും സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയും ഒക്കെ അല്ലാതെ പിണറായി വിജയനെ വളരെ വ്യാപകമായി കണ്ടില്ല. ഇടയ്ക്ക് ഉണ്ടാവും കേട്ടോ, ഞാൻ വളരെ വ്യാപകമായി എന്നാണ് എൻ്റെ കണ്ണിൽ എന്തായാലും പെട്ടിട്ടില്ല. അപ്പോൾ നിങ്ങളിത് സർക്കാരിന്റെ വിലയിരുത്തൽ അല്ലെങ്കിൽ പിണറായി വിജയനെ മുമ്പിൽ നിർത്തി നടത്തുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ ആലോചിച്ചാൽ ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ടാണോ എന്ന ഒരു ചോദ്യം. രണ്ടാമത്തേത് നോക്കൂ, ഇതേമാതിരി വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു സീറ്റാണ് അരൂർ. കഴിഞ്ഞ 2019 ഉദാഹരണം താങ്കൾ പറഞ്ഞല്ലോ. 2019 ആരിഫ് അരൂർ ഒഴിഞ്ഞ് ആലപ്പുഴയിൽ നിന്ന് ജയിച്ചപ്പോൾ അരൂർ ഒഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ തൊട്ട് മുമ്പ് ആലപ്പുഴയിൽ പരാജയപ്പെട്ട ഷാനിമോൾ ഉസ്മാൻ വിജയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ആവർത്തിക്കപ്പെട്ടാൽ ഇവിടെ രമ്യ ഹരിദാസും വിജയിക്കുമെന്നൊരു കാര്യം കൂടി നമ്മൾ കാണണം. ഇല്ല, അവിടെ മുഖ്യമന്ത്രിയാണ് അവിടെയുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉൾപ്പെടെ അതിന്റെ തുടക്കം മുതൽ ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നേതൃത്വം കൊടുത്തത്. വിവിധ പഞ്ചായത്ത് റാലികളിൽ 10,000-കണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രസംഗം നമ്മൾ കേട്ടതാണ്. അപ്പൊ അവിടെയെല്ലാം വളരെ കൃത്യമായി സർക്കാരുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാനും ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി അവിടെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ, അവിടെ പറഞ്ഞിട്ടുള്ള വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതെല്ലാം അവിടെയുള്ള ജനങ്ങൾ ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങളിപ്പോ ജനങ്ങളോട് പറയുന്നത് എന്താണ്, കേരളം ഇനിയും മുന്നേറണമെങ്കിൽ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യത്തിനകത്ത് വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച്, അങ്ങനെ മാറ്റങ്ങൾ വരുത്തുമ്പോൾ UDF ആ വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്നത് സംബന്ധിച്ച് ഇപ്പൊ ആളുകൾക്ക് ഓരോ ദിവസവും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ BJPയുടെ വക്താവ് പറഞ്ഞു, ഇവിടെ പട്ടികജാതി കോളനികൾ അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയിൽ സർക്കാർ വേണ്ടത്ര ഫണ്ട് കൊടുക്കുന്നില്ല. നിങ്ങൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ വക്താവാണ്. രാജ്യം ഭരിക്കുന്ന പാർട്ടി 10 വർഷം തുടർച്ചയായി നിങ്ങൾ ഭരിച്ചിട്ട് നിങ്ങൾ ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തെ പകർന്നു കൊടുക്കുന്ന കാശെത്രയാ? ഗ്രാമീണ മേഖലയിൽ വീട് നിർമ്മിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന കാശ് എന്ന് പറഞ്ഞാൽ കേവലം 76,000 രൂപയാണ്. 76,000 രൂപയ്ക്ക് വീട് നിർമ്മിക്കാൻ കഴിയോ? നിങ്ങൾ ഭരിക്കുന്ന ഉത്തർപ്രദേശിലും ബീഹാറിലൊക്കെ നടക്കുമായിരിക്കും. കാരണം അവിടെ വീട് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ സങ്കല്പം നമുക്കറിയാം. ടാർപോളിൻ ഷീറ്റ് ഇങ്ങനെ വലിച്ചു കെട്ടിയ സംഗതിയാണ്. പക്ഷെ കേരളം അങ്ങനെയല്ല സുരേഷേ. ഇപ്പൊ കേരളത്തിൽ വീട് നിർമ്മിക്കാൻ വേണ്ടി കേന്ദ്ര ഫണ്ടിന് പുറമെ സംസ്ഥാന ഗവൺമെന്റ് കൂടുതൽ പണം കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. BJP ഭരിക്കുന്ന എത്ര സംസ്ഥാനത്ത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയും? എവിടെയും കഴിയോ? 5 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്ത ഒരു ഗവൺമെന്റ് എവിടെയും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയോ? ഇത്രയേറെ ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്ന ഗവൺമെന്റ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയോ? അപ്പോ നിങ്ങളുടെ രാജ്യം ഭരിച്ച ഘട്ടത്തിൽ രാജ്യം പുറകോട്ട് പോയി. ആഗോള പട്ടിണി സൂചികയുടെ കണക്കെടുത്ത് നോക്കിയാൽ 117-ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി ലോക ജനതയ്ക്ക് മുന്നിൽ രാജ്യം അപമാനിക്കപ്പെട്ടു. പത്രസ്വാതന്ത്ര്യത്തിന്റെ കാര്യം ഞാൻ ഓരോരോ കാര്യം വിശദീകരിക്കുന്നില്ല. അപ്പൊ നിങ്ങള് തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ നിങ്ങൾക്ക് ഈ രാജ്യത്തെ ചെറുപ്പക്കാർ അഡ്രസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. തൊഴിലില്ലായ്മ രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ചേലക്കരയിലെ ചെറുപ്പക്കാർ, ചേലക്കരയിലെ കർഷകർ, ചേലക്കരയിലെ തൊഴിലാളികൾ അവരെല്ലാം ഈ കാര്യങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് ഏത് തരം വിലയിരുത്തലും ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല. അതുകൊണ്ട് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള തുടർച്ചയാവും, സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാവും. ഞങ്ങൾ ജനങ്ങളോട് കൊടുത്തുള്ള വാഗ്ദാനങ്ങൾ ഇടതുപക്ഷം പറഞ്ഞതാണ് എന്ന നല്ല ബോധ്യം ജനങ്ങൾക്കുണ്ട്. ശരി, സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാകും എന്നുള്ളത് CPM എഗ്രി ചെയ്യുന്നു. ഓക്കെ, അതായിരുന്നു എന്റെ ചോദ്യം. ഞാൻ ഇനി അടുത്ത വിഷയത്തിലേക്ക് വരാം. പക്ഷെ സുരേഷ്, ഇവിടെ ജിൻഡോ ഉന്നയിച്ചൊരു വിഷയമുണ്ട്. ഇപ്പോൾ ചേലക്കര തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലല്ലെങ്കിലും തൃശ്ശൂർ ജില്ലയിലാണ്, തൃശ്ശൂർ മണ്ഡലത്തിന്റെ അയൽപക്കത്ത് കിടക്കുന്ന മണ്ഡലമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തൊട്ട് മുമ്പ് ഒരു BJP പ്രതിനിധിയെ വിജയിപ്പിച്ച അനുഭവം ആ ജില്ലക്കാർക്കുണ്ട് ലോക്സഭയിലേക്ക്. അങ്ങനെ ലോക്സഭയിലേക്ക് പോയ സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്നിവിടെ ശ്രീ ജിൻഡോ പറഞ്ഞല്ലോ. തന്തയ്ക്ക് വിളിച്ചു, പത്രപ്രവർത്തകരോട് മൂവ് ഔട്ട് ആക്രോശിച്ചു, മൈക്ക് കണ്ടുമ്പോൾ തള്ളിമാറ്റി, ഇന്നിപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകനെ മുറിയിലേക്ക് വിളിച്ച് ചീത്ത വിളിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ഭാവനാത്മകമായ നിലപാടുകളല്ലാതെ എന്തെങ്കിലും കാര്യം സുരേഷ് ഗോപി ചെയ്തോ എന്ന് ഈ ജനങ്ങൾ ആലോചിക്കില്ലേ? BJP ജയിപ്പിച്ചാൽ എന്തെന്നുള്ള അനുഭവമാണ് അവരെ സംബന്ധിച്ച്. നമുക്ക് ഇപ്പോൾ സുരേഷ് ഗോപി അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ പറഞ്ഞ ചില വാക്കുകൾ എടുത്തു വെച്ചിട്ട് ചർച്ച ചെയ്യാനാണെങ്കിൽ കുറേ ചർച്ച ചെയ്യാനുണ്ട്. പക്ഷെ ഒരു കാര്യം ജിൻഡോ മനസ്സിലാക്കണം, സുരേഷ് ഗോപി BJPയുടെ അവിടെ MP ആയിട്ട് ജയിച്ചതോ കേന്ദ്രമന്ത്രിയായതോ ഒക്കെ ഇവിടുത്തെ ആരുടെയെങ്കിലും മാധ്യമങ്ങളുടെയോ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയോ തലോടലുകളുടെ അടിസ്ഥാനത്തിലല്ല. അദ്ദേഹം പോരാടിയായിട്ടാണ് അവിടെ ജയിച്ചു വന്നത്. അദ്ദേഹത്തിന് പാർട്ടി അർഹിക്കുന്ന അംഗീകാരവും കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നൽകിക്കൊണ്ട് നിർവഹിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് അവിടെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഹിന്ദു സമൂഹത്തിൻ്റെയും
ചെറുതായിട്ടാണെങ്കിലും മുസ്ലിം സമൂഹത്തിൻ്റെയും ഉൾപ്പെടെ വോട്ട് കിട്ടിയ ഒരു ജനകീയനായിട്ടുള്ള, കേരളം കണ്ട ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനായിട്ട് ഇന്ന് സുരേഷ് ഗോപി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അതിലുള്ള അസൂയയും അതിലുള്ള വേവലാതിയും ഒക്കെ ഉത്കണ്ഠയും ഒക്കെ നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഞങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ കാര്യത്തിന്റെ മർമ്മം അതൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ ബി.ജെ.പിയുടെ കാര്യം. അപ്പോൾ 6 മാസം MP ആയല്ലോ. അപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു MP ബി.ജെ.പിക്ക് കിട്ടി. അപ്പോൾ കേരളത്തിന് കഴിഞ്ഞ ബജറ്റിലോ അല്ലെങ്കിൽ ബജറ്റിന് ശേഷമോ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കേരളത്തെ സംബന്ധിച്ച് തൃശ്ശൂർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംഗതി കൊടുത്ത കാര്യം, ബി.ജെ.പിക്ക് വോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് കിട്ടിയെന്ന് പറയാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു കാര്യം? ശ്രീ അഭിലാഷ്, പാലക്കാട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്, കോറിഡോർ എന്ന് പറയുന്നത് കേരളത്തിന് കിട്ടിയ ഒരു വരദാനമാണ്. അത് ഈ ബഡ്ജറ്റിന് ശേഷം നരേന്ദ്രമോദി സർക്കാർ നൽകിയതാണ്. ഇതൊക്കെ എല്ലാ ബജറ്റിലും പറയുന്നില്ലല്ലോ. നരേന്ദ്രമോദി സർക്കാർ ബഡ്ജറ്റിൽ പറഞ്ഞിട്ട് നടപ്പാക്കാതെ എന്താ ഉള്ളത്? ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബഡ്ജറ്റിലും അതിനുശേഷം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കാനുള്ള ബ്ലൂ പ്രിന്റോട് കൂടിയാണ് അത് പ്രഖ്യാപിക്കപ്പെടുന്നത്. അതിൽ സംശയം ആർക്കുമില്ല. അവിടെ പാലക്കാട്ടുള്ള ജനങ്ങൾക്കും ഇല്ല. അവിടുത്തെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും പോലും അതിനെതിരായിട്ടൊന്നും പറയാൻ പറ്റാത്ത പ്രതിസന്ധിയിലാണ് അവർ നിൽക്കുന്നത്. അതൊരു വശം. രണ്ടാമത്, ഇപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ അവിടുത്തെ പാരമ്പര്യത്തിനനുസരിച്ച് അത് വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമഗ്രമായിട്ടുള്ള പദ്ധതികൾ അവിടെ രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ജനകീയ വിഷയങ്ങളിൽ ഇപ്പോൾ പൂരം കലക്കി എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവിടുത്തെ CPM-കാരും കോൺഗ്രസ്സുകാരും ചേർന്ന് കലക്കിയ പൂരം. ആ പൂരം അവിടെ പുനഃസ്ഥാപിക്കുന്നതിന് അതിശക്തമായ നേതൃത്വം നൽകിയ സുരേഷ് ഗോപി ഇവരുടെ രണ്ടുപേരുടെയും ടാർഗറ്റാണ്. അതുപോലെ തന്നെ സ്ഥാപിക്കാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പൊ അടുത്ത പൂരം വന്നാലല്ലേ അറിയാൻ പറ്റൂ. ഇപ്പൊ തന്നെ വെടിക്കെട്ടിന് വലിയ നിയന്ത്രണമുണ്ട്. അത് കേന്ദ്ര ഗൈഡ് ലൈൻസ് അനുസരിച്ച് വളരെ ശക്തമായി. ഈ അടുത്തൊരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ പിന്നെ ഇപ്പോൾ ഈ മേഖലയിൽ തൃശ്ശൂർ പൂരം മാത്രമല്ല കേട്ടോ, പല വേലകളും പൂരങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ പഴയതുപോലെ നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ല, ഇപ്പോൾ ഇവിടെ ഈ ചേലക്കര തന്നെ പ്രശ്നമുണ്ടല്ലോ. അന്തിമഹാകാളൻ കാവിലെ വേല, ആ വേല മുടക്കിയ ആളാണ് K. രാധാകൃഷ്ണൻ എന്നുള്ളതാണ് ഇപ്പൊ അവിടുത്തെ ചർച്ച. കാരണം K. രാധാകൃഷ്ണൻ പോലീസുമായിട്ട് അനുമതി ഏത് ഗൈഡ് ലൈൻ അനുസരിച്ചാണ്? അല്ലല്ല, അനുസരിച്ചല്ലേ റിലാക്സ് ചെയ്യാൻ സുരേഷ് ഗോപിക്ക് പറ്റുമോ? സുരേഷ് ഗോപി അല്ലല്ലോ, സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്തിട്ടാണല്ലോ K. രാധാകൃഷ്ണൻ വൈകിട്ട് 6 മണിക്ക് അവിടുത്തെ DYSPയും പോലീസ് ഉന്നതന്മാരുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം നിങ്ങൾ വേല നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് 7 മണി മുതൽ രാത്രി 1 മണി വരെ സ്വിച്ച് ഓഫ്. അഭിലാഷ്, അതങ്ങ് പൂർത്തിയാക്കാതിരുന്നാൽ ഞാൻ എന്ത് പറഞ്ഞു എന്ന് പ്രേക്ഷകരും കേൾക്കില്ല, അങ്ങ് പറയുന്നത് കേൾക്കില്ലല്ലോ. അപ്പൊ അന്തിമഹാകാളൻ കാവിലെ ഉത്സവത്തിന് പോലീസുമായി ചർച്ച ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പൊക്കോളൂ എന്ന് തീരുമാനം കൊടുത്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് രാത്രി 1 മണി വരെ സ്വിച്ച് ഓഫ് ചെയ്തു പോയ അവിടുത്തെ മന്ത്രി MLA ആയിരുന്ന ആളാണ് K. രാധാകൃഷ്ണൻ. അതാണ് അവിടുത്തെ വിഷയം. അപ്പൊ അത് അട്ടിമറിക്കാൻ K. രാധാകൃഷ്ണൻ നിന്നതുപോലെ സുനിൽകുമാറും പിണറായി വിജയനും കോൺഗ്രസ്സുകാരും പ്രതാപനും ചേർന്നിട്ട് തൃശ്ശൂർ പൂരം അട്ടിമറിക്കാൻ നിന്നു. അതായത് ഹിന്ദു വിശ്വാസങ്ങൾ അല്ല ഇവിടെ. ഇനി എന്റെ ചോദ്യം ഇതല്ല, ഇവിടത്തെ മുന്നണിയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന കോൺഗ്രസും CPM ഇന്ത്യ മുന്നണി. എന്റെ ഒരു ചോദ്യം എന്താ വെച്ചാൽ, നാളെ ഇനിയിപ്പോ എവിടെങ്കിലും, ഇപ്പൊ ഏത് കാവിലും ആയിക്കോട്ടെ, എവിടെങ്കിലും വേലയും പൂരവും വെടിക്കെട്ടോടുകൂടി നടത്താൻ പറ്റുമോ? ആനയുടെ കാര്യത്തിലെ നിയന്ത്രണമാവട്ടെ, വെടിക്കെട്ടിന്റെ, ഇതൊക്കെ സെൻട്രൽ ഗൈഡ് ലൈൻസ് അല്ലേ സാർ? ഇപ്പൊ പിണറായി വിജയനും K. രാധാകൃഷ്ണനും ഒക്കെ അതിനകത്ത് എന്താ ചെയ്യാൻ പറ്റുക? ഈ ഗൈഡ് ലൈൻസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അതൊന്നും കുഴപ്പമില്ല, കേരളത്തിൽ ഇതൊക്കെ കൃത്യമായി നടക്കുമെന്ന് ഉറപ്പ് കൊടുക്കാൻ സുരേഷ് ഗോപിക്ക് പറ്റുമോ? അദ്ദേഹം കേന്ദ്രമന്ത്രിയല്ലേ, നിങ്ങളുടെ പാർട്ടി കേന്ദ്രമന്ത്രിയല്ലേ, പറ്റുമോ? ഇല്ലല്ലോ. വർത്താനം പറയാൻ ആർക്കും പറ്റും? ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഞങ്ങൾക്ക് അതിന്റെ ആഭ്യന്തര വകുപ്പും കൂടെ സഹകരിച്ച് ആഭ്യന്തര വകുപ്പാണ് ഇത് അട്ടിമറിക്കുന്നത്. ഇപ്പോ ഞാൻ പറയട്ടെ, അന്തിമഹാകാളൻ കാവ് അവിടെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ഏറെ അകന്നു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവിടെ തീരുമാനം എടുത്തത്. ആ തീരുമാനത്തെ അട്ടിമറിച്ചത് അതിനുശേഷമുള്ള പോലീസാണ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഒരു പൂരമോ വേലയോ നടത്തുമ്പോഴത്തെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. നടത്താൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്നുള്ളതാണ് പറഞ്ഞല്ലോ. സുരേഷ് ഗോപി പറഞ്ഞല്ലോ, തൃശ്ശൂർ പൂരം അട്ടിമറിക്കാൻ ഒരു ഭരണകൂടത്തെ അനുവദിക്കില്ല. കാവിലെ വേല നിർബാധം മുന്നോട്ട് പോകും. അതാണ് BJP കൊടുത്തിരിക്കുന്ന വാഗ്ദാനം. തീർന്നില്ല. കാരണം ഞങ്ങൾ ഇവിടുത്തെ കോൺഗ്രസും CPM-ഉം ചേർന്നുപോലെ ഇവിടുത്തെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ചില മുസ്ലിം സഹോദരന്മാരെയും ആട്ടി ഓടിക്കുന്ന വഖഫ് മുന്നണിയുടെ ഭാഗമല്ല. ഞങ്ങൾ വിശ്വാസത്തെ സംരക്ഷിക്കുന്ന, എല്ലാ മതത്തിനും തുല്യ പ്രാധാന്യം നൽകണമെന്ന് ആഗ്രഹിക്കുന്നു.
ആഗ്രഹിക്കുന്ന ആരെയും നാടുകടത്താത്ത ഒരു സെക്കുലർ യഥാർത്ഥ സെക്കുലറിസം ബി ജെ ശരി, ഓക്കേ, പി കേരളത്തിന് മനസ്സിലായിരിക്കുന്ന സാഹചര്യം മുന്നണിക്കാരായിട്ടുള്ള അവർക്ക് ഇതും അതൊക്കെ പറയാം. ശരി, ഓക്കെ, വരാം അതിലേക്ക്. ശ്രീ ജിൻഡോ, വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ BJP ഉദ്ദേശിച്ച ഒരു വിഷയമാണ് മുൻപത്തെ വഖഫ് വിഷയം. അവരുടെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി സമരപ്പന്തൽ സന്ദർശിക്കുകയൊക്കെ ചെയ്തിരുന്നു. താങ്കളും ആ ജില്ലക്കാരനാണല്ലോ. ഇതിപ്പോ കേരളത്തെ മാത്രം സംബന്ധിക്കുന്ന വിഷയമല്ല. നോക്കൂ, കർണാടകയിലെ 3 മണ്ഡലങ്ങളിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുണ്ട്. കർണാടകയിലെ 3 മണ്ഡലങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം വഖഫാണ്. മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെയും സജീവ വിഷയമായി വഖഫ് വരികയാണ്. അപ്പോൾ ഇത് മുനമ്പത്തുണ്ടായ പ്രക്ഷോഭങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഈ വിഷയം സെൻട്രൽ തീമായി വരുന്നത് എന്ന് നമുക്ക് മറ്റ് തെരഞ്ഞെടുപ്പുകൾ നിരീക്ഷിച്ചാൽ തന്നെയും വ്യക്തമാണ്. അതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയി BJP ഉന്നയിക്കുമ്പോൾ അതിൽ നഷ്ടം സംഭവിക്കാനിടയുള്ളവരുടെ കൂട്ടത്തിൽ കോൺഗ്രസും ഉണ്ടാകും. അഭിലാഷ്, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് സനോജിനോട്. ഒന്ന്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോ ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളോ ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോ ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല ഇത് ഈ പാർട്ടിക്കും ഈ സർക്കാരിനും ഈ മുഖ്യമന്ത്രിക്കുമുള്ള വോട്ടായിരിക്കും ഈ ജനവിധി എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ DYFയുടെ സംസ്ഥാന സെക്രട്ടറി സനോജ് അങ്ങനെ പറഞ്ഞതിന് ഞാൻ 2 കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. നല്ല നിലപാടാണ്. കാരണം കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന് ഇത് അനുകൂലമായിട്ടുള്ള ഒരു ജനവിധി ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞല്ലോ. എന്തായാലും ഇതിന്റെ റിസൾട്ട് കാണുമ്പോൾ നമുക്കത് മനസ്സിലാകാൻ പറ്റട്ടെ. പിന്നെ നിങ്ങൾ വീട് നിർമ്മിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ 1,26,000 വീടുകൾ ലൈഫ് മിഷനിൽ അനുവദിച്ചിട്ട് അവരുള്ള വീട് പൊളിച്ചു കളഞ്ഞ് തറ കെട്ടിയതിനു ശേഷം മേൽക്കൂര കാത്തു കിടക്കുന്ന മനുഷ്യരുള്ളപ്പാണ് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളവും ലിഫ്റ്റും ഒക്കെ പണിത് സുഭിക്ഷമായിട്ട് നല്ല സൗകര്യത്തോടെ മുഖ്യമന്ത്രി ജീവിക്കുന്നത്. നിങ്ങളുടെ പ്രയോറിറ്റി മാറിപ്പോയി എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായിട്ട് സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന നിത്യനിദാനമായ പ്രശ്നങ്ങളെ നിങ്ങൾ എത്രത്തോളം അഡ്രസ്സ് ചെയ്തു എന്നും കൂടി നിങ്ങളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഞാൻ അവിടെ നിർത്തുകയാണ്. ഞാൻ BJPയുടെ പ്രതിനിധി കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, സുരേഷ് ഗോപി MP ആയതിനു ശേഷം അദ്ദേഹത്തിന് യാതൊരു രാഷ്ട്രീയ പാർട്ടികളുടെയും മാധ്യമങ്ങളുടെയും പിന്തുണ കിട്ടിയില്ലെന്ന്. അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. കാരണം ഇവിടുത്തെ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയില്ല. അതായത് BJPയുടെ പിന്തുണയോടെയല്ല, എൻ്റെ വ്യക്തിപരമായ കഴിവ് കൊണ്ടാണ് ജയിച്ചതെന്നാണ് സുരേഷ് ഗോപി പോലും പറയുന്നത് നമ്മൾ കേട്ടത്. ഇനി നരേന്ദ്രമോദി പറഞ്ഞത് നടപ്പാക്കുമെന്നാണ് സുരേഷ് ഇവിടെ പറഞ്ഞത്. ശരിയാണ്. കാരണം നോട്ട് നിരോധിച്ചതിൻ്റെ 8ാം വാർഷികത്തിൻ്റെ 2 ദിവസത്തിന് ഇപ്പുറമാണ് നമ്മൾ ഇരിക്കുന്നത്. നോട്ട് നിരോധിച്ചപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞത് 50 ദിവസം കൊണ്ട് ഞാൻ ഈ രാജ്യത്തെ കള്ളപ്പണം ഇല്ലാതാക്കും, തീവ്രവാദികളെയും വിഘടനവാദികളെയും പട്ടിണിക്കിട്ട് കൊല്ലും, അതുപോലെ തന്നെ കള്ളനോട്ടടി സംഘം ഇല്ലാതെയാകും, ഈ രാജ്യം 10 മടങ്ങ് വേഗതയോടെ വർദ്ധിക്കും. അതിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ BJPയുടെ പ്രസിഡന്റായിട്ടുള്ള K. സുരേന്ദ്രൻ പറഞ്ഞത് 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും കിട്ടിയാൽ നിങ്ങൾക്ക് കഴിക്കുമോ, സംതൃപ്തിയോടെ നിങ്ങൾക്ക് പമ്പിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൂടെ എന്നൊക്കെയാണ്. ഇപ്പോൾ കേരളത്തിലെ എല്ലാവർക്കും 1 ലിറ്ററിന് 50 രൂപയ്ക്കും പെട്രോളും ഡീസലും കൊടുക്കുന്നുണ്ട്. നോട്ട് നിരോധിച്ചുകൊണ്ട് കള്ളപ്പണം ഇല്ല. ആ കള്ളപ്പണം ഇല്ലെങ്കിലും ഇവർ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീലപ്പെട്ടിയിൽ കള്ളപ്പണം തപ്പിപ്പോയി. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതേ നരേന്ദ്രമോദി തന്നെ പറയുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദാനിയും അംബാനിയും ടെമ്പോ ടാക്സി ടെമ്പോ വാനിൽ കള്ളപ്പണം കടത്തുന്നു എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല, കള്ളപ്പണം ഇല്ലാതായില്ലേ? ശരിക്കും നിങ്ങളുടെ പരിപാടി പരാജയപ്പെട്ടോ? ഇനി തീവ്രവാദികൾ കാശ്മീരിൽ ഇന്ത്യയിലെമ്പാടും തീവ്രവാദികളുടെ ആക്രമണത്തിൽ നമ്മുടെ പട്ടാളക്കാരും മരിക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലല്ലോ അല്ലേ? ഇവിടെ തീവ്രവാദി ആക്രമണങ്ങളൊന്നുമില്ല. BJP എല്ലാ രീതിയിലും കാശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങളെ ഇന്ത്യ ഒട്ടാകെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ അവിടെ നിർത്തുകയാണ്. ഇനിയും നിങ്ങൾ വിശ്വാസത്തെ സംരക്ഷിക്കുന്നു എന്നുള്ള വാക്ക് പറയാൻ കേരളത്തിൽ BJPക്ക് യോഗ്യതയുണ്ടോ? തൃശ്ശൂർ പൂരം കലക്കിയത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കൂടിയാണ് അത്രേ. നാണമുണ്ട് സുരേഷ് ഇത് പറയാനായിട്ട്? കേരളത്തിലെ പൊതുസമൂഹം കണ്ടതല്ലേ, സമൂഹം ചർച്ച ചെയ്തല്ലേ? ADGP MR അജിത്കുമാർ RSS നേതാക്കന്മാരെ 10 ദിവസത്തെ ഇടവേളയിൽ പോയി കണ്ടിട്ട് 16 മാസക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രി മിണ്ടാതിരുന്നു. RSS നേതാക്കന്മാർക്കും മുഖ്യമന്ത്രിക്കും ADGPക്കും മാത്രം അറിയാവുന്ന രഹസ്യം പിന്നീട് പുറത്തു വന്നപ്പോൾ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കി. പിന്നീട് അത് പിടിക്കപ്പെട്ടു. അതിനുശേഷം ഇതൊക്കെ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വായിക്കുമ്പോൾ തൃശ്ശൂർ പൂരം കലക്കിയതിന്റെ ഉത്തരവാദിത്വം BJPക്കും NDAക്കും തന്നെയാണ്. അതിന്റെ ലാഭം കിട്ടിയതും BJPക്കും NDAക്കും തന്നെയാണ്. ഇനി ശബരിമല സമരത്തിന്റെ സമയത്ത് ഇരുമുടിക്കെട്ട് നിലത്തിട്ട് സമരകോലാഹലം നടത്തിയ പൊളിറ്റിക്കൽ ഗിമ്മിക്ക് നടത്തിയ നേതാവല്ലേ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ്? നിങ്ങൾക്ക് ആചാരവും അമ്പലവും വിശ്വാസവും ഒക്കെ നിങ്ങളുടെ പൊളിറ്റിക്കൽ അജണ്ടയ്ക്ക് വേണ്ടി മാത്രമാണ്. അതിന്റെ ഭാഗമല്ലേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച നരേന്ദ്രമോദി പോലും തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് തുല്യമായിട്ട് ജയിച്ചതിന് ശേഷം പതുക്കെ രാമനെ കൈവിട്ടത് നമ്മൾ കണ്ടതാണല്ലോ. രാമനെ കൈവിട്ടല്ലോ. ഇനി രാമനെ കൊണ്ട് കാര്യമില്ലെന്ന് തോന്നിയിട്ടാണോ? ഇനി നിങ്ങൾ അന്ത്യമഹാകാളൻ വേല നടത്തും എന്നൊക്കെ പറയും. നിങ്ങൾ ഒരു വേലയും നടത്താതിരുന്നാൽ മതി. ഈ നാട്ടിലെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഇവിടുത്തെ വിശ്വാസികളും അമ്പല കമ്മിറ്റിക്കാരും ദേവസ്വം ബോർഡുകാരും ഒക്കെ നടത്തിക്കോളും. BJPക്കാർ അവിടെ പോയി വേല ഇറക്കാതിരുന്നാൽ മതി. ഇനി വഖഫിനെ കുറിച്ച് പറഞ്ഞാൽ വിഷയത്തിൽ BJP വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് വിഷലിപ്തമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തി അവിടുത്തെ പാവപ്പെട്ട മനുഷ്യരുടെ ഇടയ്ക്ക് ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അവിടുത്തെ 609 കുടുംബങ്ങളോടൊപ്പമാണ് കേരളത്തിലെ പൊതുസമൂഹം
മുഴുവൻ മുസ്ലിം സംഘടനകൾ, മുസ്ലിം മതവിശ്വാസികൾ, ഇവിടുത്തെ ക്രിസ്ത്യാനികൾ, ഇവിടുത്തെ ഹിന്ദുക്കൾ, ഇവിടുത്തെ മതേതരവാദികൾ, ഇവിടുത്തെ കോൺഗ്രസ്സുകാർ, UDF-കാർ മുഴുവൻ ആളുകളും ആ മുനമ്പത്തെ 609 കുടുംബങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ നിങ്ങളുടെ വർഗീയ ധ്രുവീകരണ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിന് ഒത്താശ ചെയ്യുന്ന രീതിയിൽ ആ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ. ശ്രീ സനോജ്, ഇവിടെ ഇപ്പോ പല വിവാദ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചു. വഖഫ് വിഷയം അതൊരു വിഷയമാണ്. ഇന്ന് മുഖ്യമന്ത്രി സഭാ പ്രതിനിധികളടക്കമുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. അവിടുത്തെ പൂരത്തിന്റെയും വേലയുടെയും വിഷയം, തൃശൂർ പൂരം മുതൽ അന്തി മഹാകാളൻ കാവിലെ പൂരം വരെ, വേല വരെ ഉള്ള കാര്യങ്ങൾ വൈകാരിക വിഷയങ്ങളായി അവിടെ നിൽക്കുന്നു. അങ്ങനത്തെ വൈകാരിക വിഷയങ്ങൾ ഒരു ഭാഗത്ത്. രണ്ടാമത്തേത്, ശ്രീ സനോജ് ശ്രദ്ധിക്കണം, ഈ ചേലക്കര മണ്ഡലം, അവിടെ ധാരാളം സർക്കാരിന്റെ പദ്ധതികളുടെ ഗുണഭോക്താക്കളുള്ള വളരെ സാധാരണ മനുഷ്യർ, ഗ്രാമീണരായ മനുഷ്യർ ജീവിക്കുന്ന സ്ഥലമാണ്. അതായത് ക്ഷേമ പെൻഷനുകളും ക്ഷേമനിധി പെൻഷനുകളും ധാരാളമായി വാങ്ങുന്ന ആ ജനവിഭാഗം ധാരാളമുള്ള പ്രദേശം, ഒപ്പം ലൈഫ് അടക്കമുള്ള പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള നിരവധി ആളുകളുള്ള മണ്ഡലം. അത് പറഞ്ഞാൽ സാധാരണക്കാരായ മനുഷ്യർ ജീവിക്കുന്ന, അവർ മഹാഭൂരിപക്ഷമായ മണ്ഡലമാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ വെൽഫെയർ സ്കീമുകൾക്ക് സംഭവിച്ചിട്ടുള്ള മാന്ദ്യം റിഫ്ലക്ട് ചെയ്യില്ലേ? പെൻഷൻ താമസം വരുന്നത്, പെൻഷൻ കുടിശ്ശിക വരുന്നത്, ലൈഫ് ഭവന പദ്ധതി മുന്നോട്ട് പോവാത്തത്, ഇതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും റിഫ്ലക്ട് ചെയ്താൽ എത്ര രാഷ്ട്രീയമായ മേൽക്കൈയുള്ള മണ്ഡലമാണെങ്കിലും എങ്ങനെയാണ് ജയിക്കുക? അല്ല, ഞങ്ങള് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പം ജനങ്ങളോട് ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ജനങ്ങളുമായി നിരന്തരം സംവദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ്. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. കേരളമല്ലാതെ മറ്റേത് സംസ്ഥാനമുണ്ട് ഇത്രയേറെ വീട് നിർമ്മിച്ചു കൊടുത്ത സംസ്ഥാനം? ഇപ്പോൾ ഒന്നാം പിണറായി ഗവൺമെൻറ് കാലത്തിൽ നിന്ന് രണ്ടാം പിണറായി ഗവൺമെൻറ് കാലത്തിലേക്ക് എത്തുമ്പോഴേക്ക് ഇപ്പം അങ്ങനെയാണല്ലോ ഒരു വിലയിരുത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ തന്നെ ചില ആളുകൾ പറയുന്നത്, ഒന്നാമത്തെ ഗവൺമെൻറ് മെച്ചപ്പെട്ട ഗവൺമെൻറ് ആയിരുന്നു, രണ്ടാമത്തെ ഗവൺമെൻറ് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ചില ആളുകൾ ചില അവതരണങ്ങൾ നടത്തുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സംബന്ധിച്ചാണ് ഞങ്ങൾ പറയുന്നത്. അത് കേന്ദ്രം സംസ്ഥാനത്തിന് അർഹമായ നികുതി വിഹിതം തടഞ്ഞു വെക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ പോയി സമരം നടത്തി ഇത് ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന വിധത്തിലേക്ക് മാറ്റുന്നൊരു സമരമാക്കി മാറ്റി. ഇവിടെ ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ വക്താവുണ്ടല്ലോ, ആ കോൺഗ്രസിന്റെ വക്താവ് ഒരു കാര്യം ജനങ്ങളോട് പറയേണ്ടത്, സംസ്ഥാനങ്ങൾക്ക് അർഹമായ കേന്ദ്രത്തിന്റെ വിഹിതം തടഞ്ഞു വെക്കുന്ന സമയത്ത് ദേശീയ തലത്തിൽ കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുന്നു. കർണാടകയിലെ കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുന്നു. എന്നുള്ളതല്ലേ പ്രശ്നമാവുള്ളൂ. അല്ലാതെ ഫെഡറൽ തത്വങ്ങളൊക്കെ സാധാരണ ജനങ്ങളുടെ ജീവിതാനുഭവങ്ങൾക്ക് ബാധകമാണോ? കിട്ടാത്തതിന്റെ രാഷ്ട്രീയം സംബന്ധിച്ച് ഞങ്ങൾ ജനങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കോൺഗ്രസും BJP-യും ഒരേ തൂവൽ പക്ഷികളായി കേരളത്തിന് ഇത്രമാത്രം ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുന്ന സന്ദർഭത്തിൽ അടങ്ങിയിരിക്കുകയാണ്. ഒരക്ഷരം ഉരിയാടുന്നില്ല. ഈ BJP ഗവൺമെന്റ് മൂന്നാമത് അധികാരത്തിൽ വന്നു. കേന്ദ്ര മന്ത്രി ബജറ്റ് അവതരിപ്പിച്ചു. നമ്മളെല്ലാം വളരെ സഗൂഢം ആ ബജറ്റ് പ്രസംഗം നിരീക്ഷിച്ചു. എന്താ അതിനകത്ത് ഉണ്ടായത്? ആന്ധ്രക്കും ബീഹാറിനും 15,000 10,000 കോടി വെച്ച് കൊടുക്കുന്നു എന്നല്ലാതെ കേരളത്തിന്റെ പേര് എവിടെയെങ്കിലും പരാമർശിച്ചോ? എവിടെയും പരാമർശിച്ചില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് പരാമർശിക്കാത്തത്? ഒരു കേരള വിരോധം BJP മുന്നോട്ട് വെക്കുന്നു. ആ കേരള വിരോധം ആവോളം ആവട്ടെ, ഞങ്ങളല്ലല്ലോ ഭരിക്കുന്നത്, എല്ലാം പിണറായി വിജയന്റെ തലയിൽ കെട്ടിവെക്കാം എന്ന മനോഭാവത്തിലാണ് ജിൻഡോ ജോണിന്റെ പാർട്ടി നിൽക്കുന്നത്. അപ്പൊ ജിൻഡോ ജോണിന്റെ പാർട്ടി കോൺഗ്രസും സുരേഷിന്റെ പാർട്ടി BJP-യും കേരളത്തിലെ ജനങ്ങളോട് കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ കൊടിയ അനീതി, ഇതിനെതിരായിട്ടുള്ള വിധിയെഴുത്തായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറും, ഒരു തർക്കവുമില്ല. ഞാൻ നേരത്തെ ഇവരൊക്കെ എന്താ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ എൻ്റെ ഫോണ് കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയായിരുന്നുകൊണ്ട് എന്താ നേരത്തെ നടന്ന ചർച്ച എനിക്കറിയില്ല. ഒരു കാര്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, BJP-യുടെ വക്താവ് ആദ്യം പറഞ്ഞു പട്ടികജാതിക്കാരനായിട്ട് പോലും ജനറൽ സീറ്റിൽ ഞങ്ങൾ അദ്ദേഹത്തെ മത്സരിപ്പിച്ചു എന്നാ പറഞ്ഞത്. അവിടുത്തെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത നമുക്കറിയാലോ. പട്ടികജാതിക്കാരന് ജനറൽ സീറ്റിൽ മത്സരിക്കാൻ പാടില്ലേ? അപ്പോൾ BJP-യുടെ ഒരു സംസ്ഥാന വക്താവിൻ്റെയൊക്കെ മനസ്സിലുള്ള ഒരു ബോധം എന്താണ്? പട്ടികജാതിക്കാരനായിട്ട് പോലും ഞങ്ങളെന്തോ ഒരു ഔദാര്യം കൊണ്ട് ജനറൽ സീറ്റിൽ അദ്ദേഹത്തെ പണ്ട് പഞ്ചായത്തിൽ മത്സരിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇത്തരമൊരു ബോധത്തിലാണ്, ഈ ഒരു അങ്ങേയറ്റം പിന്തിരിപ്പനായിട്ട് രാഷ്ട്രീയവും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ജനങ്ങൾ ഇവരെ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് ഇവരെയെല്ലാം തിരിച്ചറിയാനുള്ള ശേഷി ജനങ്ങൾക്കുണ്ട്. ഇവരുടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ഇവിടെ വയനാട്ടിൽ പോയി ഷോ നടത്തി, ഇവരുടെ പ്രധാനമന്ത്രി വയനാട്ടിൽ പോയി ഷോ നടത്തി, കുറേ റീൽസൊക്കെ ഇട്ടു, നല്ല ലൈക്കൊക്കെ വാങ്ങി, ഒരു 10 പൈസ കൊടുത്തോ? കേരളത്തിൽ 2 കേന്ദ്രമന്ത്രിമാരുണ്ടല്ലോ, ഇവര് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പട്ടിണിയെ കുറിച്ച് പറയുന്നില്ല, വീടിനെ കുറിച്ച് പറയുന്നില്ല, വികസനത്തെ കുറിച്ച് പറയുന്നില്ല,
ഇവർക്ക് പൂരത്തെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട വിശ്വാസപരമായ പ്രശ്നത്തെക്കുറിച്ച് മാത്രമേ ഇവർ പറയുന്നുള്ളൂ. എന്താണ്? വളരെ വൈകാരികമായ പ്രശ്നമാണ്, വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ വൈകാരികമായിട്ടുള്ള മതപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള കാര്യത്തെ മുൻനിർത്തിയിട്ട് മാത്രമാണ് BJP കേരളത്തിൽ പ്രചരണം നടത്തുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 4 ലക്ഷം രൂപ ഗ്രാമീണ മേഖലയിൽ വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുമ്പോൾ കേന്ദ്രം കൊടുക്കുന്ന പണം എന്ന് പറഞ്ഞാൽ 76,000 അതും കുടിശ്ശിയാക്കി വെച്ചിരിക്കുകയാണ്, അതും കുടിശ്ശികയാണ്. അപ്പൊ ഒന്നും കൊടുക്കുന്നില്ല. ഇവിടെ വളരെ അങ്ങനെ കേരളത്തെ ആസൂത്രിതമായി വഖഫിന്റെ പേരിൽ ഇപ്പം മുനമ്പത്തെ വിഷയത്തെ മുന്നിൽ കേരള സർക്കാരിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണല്ലോ വാദം. മുനമ്പത്തെ കാര്യം കൂടി പറഞ്ഞോളൂ, അതിനുശേഷം ഞാൻ അടുത്തതിലേക്ക് പോവാം. അതെ, മുനമ്പം വിഷയം യഥാർത്ഥത്തിൽ പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രി എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? മുനമ്പം വിഷയത്തെ മുൻനിർത്തിയിട്ട് കേരളത്തിൽ വർഗീയത ഉണ്ടാക്കാൻ നോക്കുന്നു. ഇവരിപ്പോ BJPയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ ഒരു കത്ത് പ്രചരിപ്പിക്കുകയാണ്. എത്രമാത്രം വർഗീയത പ്രചരിപ്പിക്കുന്ന കത്താണ്! കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം, അതിസങ്കീർണമായ പ്രശ്നം, നിയമപരമായ നിരവധി കുടുക്കളുള്ള വിഷയം, അത് പരിഹരിക്കാൻ ആവശ്യമായ നിലയിൽ എല്ലാവരും ചേർന്ന് പിന്തുണ കൊടുത്ത് ഭരണ സംവിധാനത്തെ മുന്നോട്ട് നയിക്കേണ്ടതിന് പകരം അതിനകത്ത് കൈയിട്ട് വരാൻ പറ്റുമോ, അതിനകത്ത് എന്തെങ്കിലും ഭിന്നിപ്പുണ്ടാക്കിയിട്ട് 4 വോട്ട് സമാഹരിക്കാൻ പറ്റുമോ എന്നല്ല നോക്കുന്നത്. അപ്പോൾ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, മുനമ്പം വിഷയത്തിലായി കഴിഞ്ഞാലും വർഗീയത ഉണ്ടാക്കുന്നു, തൃശ്ശൂർ പൂരത്തിന്റെ കാര്യത്തിൽ വർഗീയത ഉണ്ടാക്കുന്നു, ഇവിടെ പൂരം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വർഗീയത ഉണ്ടാക്കുന്നു. മൊത്തത്തിൽ വർഗീയമായിട്ടുള്ള അജണ്ട മാത്രമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ സഹായകരമാകുന്ന, ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന, ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിനകത്തും അഭിപ്രായം പറയുന്നില്ല. ശരി, ഫൈൻ, ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. ശ്രീ സുരേഷ്, നോക്കൂ, നമ്മുടെ തന്നെ തെരഞ്ഞെടുപ്പ് ചരിത്രം എടുത്താൽ മതപരമായ വിഷയങ്ങൾ അല്ലെങ്കിൽ ആചാരപരമായ വിഷയങ്ങൾ ഉന്നയിച്ചാൽ അത് ഒരു തവണയൊക്കെ ക്ലിക്കാവുന്നല്ലാതെ എപ്പോഴും ക്ലിക്കാവില്ല. ഇപ്പൊ നമ്മൾ തന്നെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല ക്ലിക്കായി, പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല. എന്തിന്, അത് കഴിഞ്ഞ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പോലും ഒന്നും അത് പ്രതിഫലനം ഉണ്ടാക്കിയിട്ടില്ല. നോക്കൂ, അയോധ്യ കഴിഞ്ഞ തവണ അയോധ്യ മുഖ്യ വിഷയമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട അനുഭവം ഓർമ്മയുണ്ടല്ലോ ശ്രീ സുരേഷിന്. അയോധ്യ മണ്ഡലമടക്കം, അതിന്റെ പരിസരത്തിരിക്കുന്ന മണ്ഡലങ്ങളടക്കം സമാജ്വാദി പാർട്ടി ജയിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു തവണ പൂരം എന്നുള്ളതൊരു ഇഷ്യൂ ആയെങ്കിൽ ഇനി അങ്ങോട്ടെല്ലാം പൂരം, വെടിക്കെട്ട്, ആന എന്ന് പറഞ്ഞങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ജയിക്കും, വോട്ട് കിട്ടും എന്നൊക്കെയാണോ വിചാരിച്ചിരിക്കുന്നത്? ശ്രീ അഭിലാഷ്, BJP മതപരമായിട്ടുള്ള വികാരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വോട്ട് നേടാൻ ആഗ്രഹിക്കുന്നില്ല. BJP അതാത് സമയത്ത് ഓരോ വിഷയങ്ങൾ എടുക്കുന്നുവെങ്കിൽ അത് മതമായിരിക്കാം, ആചാരമായിരിക്കാം, വിശ്വാസമായിരിക്കാം, സാധാരണക്കാരൻ്റെ പ്രശ്നമായിരിക്കാം, ഈ പ്രശ്നങ്ങൾ എടുക്കുന്നുവെങ്കിൽ അതിനോടുള്ള ആത്മാർത്ഥതയാണ് അതിന് കാരണം. ആ ആത്മാർത്ഥത, ആ വിഷയം കഴിഞ്ഞ് ഇപ്പോൾ നേരത്തെ ജിൻഡോ ചോദിച്ചല്ലോ, അയോധ്യ എന്തായി? അയോധ്യയിൽ ഇപ്പോൾ ഒരു ക്ഷേത്രമായി, ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമായി കഴിഞ്ഞു ജിൻഡോ. നിങ്ങളുടെ കോൺഗ്രസ്സുകാർ അവിടെ പോകാൻ പോലും തയ്യാറായില്ല, അവിടേക്ക് വിളിച്ച സമയത്ത് വരികയും ചെയ്തില്ല, അതിനെ അധിക്ഷേപിച്ചു. അവിടെ ഒരു ക്ഷേത്രം, മഹത്തായ ക്ഷേത്രമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും അത് എവിടെ ചോരുന്നു, അതിൽ പൈപ്പിൽ കൂടെ വെള്ളം വരുന്നു എന്ന് പറയും. അതൊക്കെ അവിടെ പരിഹരിച്ചിട്ടുണ്ട്, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആചാരങ്ങളും വിശ്വാസങ്ങളും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള ആയുധങ്ങളല്ല. ഇവിടെ DYFIയുടെ ശ്രീ സനോജ് ഇവിടെ പറഞ്ഞു, എൻ്റെ സനോജ്, ഇവിടെ നിന്ന് 10,000 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഹമാസിന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച്, ചെങ്കൊടി പിടിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വർഗീയ നാടകം കളിച്ചവരല്ലേ നിങ്ങൾ? ഭീകരവാദിയായിട്ടുള്ള മദനിയയുടെ കാലിൽ ചെന്ന് വീണ് ഇവിടെ കിടന്ന് വോട്ട് തെണ്ടിയവരല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ? ജമായത്ത് ഇസ്ലാമിയുടെ അമീർ പറഞ്ഞില്ലേ, ഞങ്ങൾ 5 ഇലക്ഷനിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു, ബാക്കി 3 ഇലക്ഷനിൽ UDFന് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു വർഷവും എവിടെ വെച്ച് മീറ്റിംഗ് നടന്നു എന്നുൾപ്പെടെ പറഞ്ഞില്ലേ? അപ്പോൾ നിങ്ങളാണോ ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കാൻ വരുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുനമ്പം വിഷയം എന്താണ്? മുനമ്പം വിഷയം മാത്രമല്ല, ഞങ്ങൾ ഈ ഇലക്ഷൻ വരുന്നതിന് മുമ്പാണ് ഈ വഖഫ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭരണഘടനയുടെ മേൽ, ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ മേൽ, ഇന്ത്യയുടെ സെക്കുലറിസത്തിൻ്റെ മേൽ, ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയുടെ മേൽ ശരീഅത്ത് നിയമം അടിച്ചേൽപ്പിക്കുന്ന ഈ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസും അതിന് കൂട്ടുനിൽക്കുന്ന വഖഫ് മുന്നണിയിൽപ്പെട്ട CPMും ചേർന്ന് ഈ നാട്ടിൽ ശരീഅത്ത് നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ പുറത്ത് അടിച്ചേൽപ്പിച്ചപ്പോൾ, ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ പുറത്ത് അടിച്ചേൽപ്പിച്ചപ്പോൾ അതിനെതിരെ നിലപാടെടുത്തുകൊണ്ട് അമെൻമെൻറ്റ് നിയമം ഇന്ത്യൻ പാർലമെൻറ്റിൽ കൊണ്ടുവന്നത് ഇലക്ഷൻ കണ്ടിട്ടല്ല. ഞങ്ങൾ 10,000 ആൾക്കാർ, മുനമ്പം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ 10,000 ആൾക്കാർ കുടിയൊഴിപ്പിക്കപ്പെടും. 9 ലക്ഷം ഹെക്ടറിലേറെ വരുന്ന പ്രദേശങ്ങൾ ഈ ഇന്ത്യയിലെ സമാന്തര പാകിസ്ഥാൻ പോലെ കിടക്കുന്നു. ആർക്കും നിയന്ത്രണമില്ല, മുൻസിഫ് കോടതിക്ക് പോലും നിയന്ത്രണമില്ലാതെ, കളക്ടർക്ക് നിയന്ത്രണമില്ലാതെ, റവന്യൂ അധികാരികൾക്ക് നിയന്ത്രണമില്ലാതെ സമാന്തര പാകിസ്ഥാനായിട്ട് 9 ലക്ഷം ഹെക്ടർ ഭൂമി ഈ ഇന്ത്യയിൽ കിടക്കുന്നു. സമാന്തര പാകിസ്ഥാൻ എന്ന് പറഞ്ഞത് മനസ്സിലായില്ല. മുസ്ലിം മതസ്ഥർ ക്ലെയിം ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരുടെ ഉടമസ്ഥതയിലുള്ളതോ ഒക്കെ പാകിസ്ഥാനാണോ? എന്റെ അഭിലാഷെ, ചേലക്കരയിൽ ഒരു മുസ്ലിം പള്ളി
മുസ്ലിം പള്ളി കേസിന് പോകാൻ പോവുകയാണ്. അവിടെ വഖഫ് അതിന് ചുറ്റുമുള്ള പ്രദേശം മുഴുവൻ വഖഫിന്റേതാണെന്ന് പിടിച്ചെടുക്കുക. നിയമപരമായ വിഷയം ഞാൻ ഈ സനോജിന്റെ പാർട്ടിക്കാരനോട് ചോദിക്കുക. സനോജിന്റെ പഴയ മന്ത്രിയുടെ മകനാണല്ലോ വഖഫിന്റെ ചെയർമാൻ. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ശരി, വഖഫ് നിയമത്തിൽ ഇപ്പോൾ ഒരു ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയും അത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി പരിശോധിച്ച് വരികയാണല്ലോ. ഇന്ത്യൻ പാർലമെന്റ് നിർമ്മിച്ച നിയമമാണ്. അത് അമെന്റ് ചെയ്യേണ്ടതും ഇന്ത്യൻ പാർലമെന്റ് ആണ്. അത് നിയമപരമായി നടക്കട്ടെ. ഇതൊക്കെ ഈ വഖഫ് എന്ന് പറയുന്നത് പാർലമെന്റ് പാസാക്കിയ നിയമം അനുസരിച്ചുള്ള വഖഫ് സംവിധാനങ്ങളാണല്ലോ ഉള്ളത്. ആ വഖഫ് സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഭൂമി പാകിസ്ഥാനാണെന്ന് താങ്കൾ പറഞ്ഞെന്താണ്? ഇത് കേരളത്തിൽ എന്ന് പറയുന്നതിന് കാരണം ഈ ഉത്തരാഖണ്ഡോ എവിടെ ആവട്ടെ, ഈ ജിൻഡോയുടെ പാർട്ടിയും സനോജിന്റെ പാർട്ടിയും ചേർന്ന് ഈ നിയമം മുനമ്പൻകാരെ കടലിലേക്ക് എറിയാനുള്ള നിയമം ഈ കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി അതിനെതിരായിട്ട് പ്രമേയം പാസാക്കിയ കൂട്ടരാണ്. വഖഫിന് കൊടുക്കാൻ തയ്യാറാണ്. നമുക്കിത് വസ്തുതാപരമായി ചർച്ച ചെയ്യാം. ഈ ജിൻഡോയുടെയും സനോജിന്റെയും എന്തിനായി നിയമം ഈ കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചാൽ അനുവദിക്കില്ല. ഞാൻ 2-3 ചോദ്യം ചോദിക്കാൻ ഉത്തരം പറയോ? ഭീകരവാദികളുടെ പോപ്പുലർ ഫ്രണ്ടുകാരന്റെ അജണ്ടയാണ് CPM-ന്റെയും കോൺഗ്രസിന്റെയും 2-3 ചോദ്യങ്ങൾ ചോദിക്കാൻ താങ്കൾ ഉത്തരം പറയോ? ഈ പ്രസംഗമല്ലാതെ ഉത്തരം പറയോ? ജീവിക്കണം, മനുഷ്യന് ജീവിക്കണം, ബോംബ് വീഴാതെ ജീവിക്കണം. അല്ല, ഇവിടെ ഭീകരവാദികൾ അഴിഞ്ഞാടുന്ന പ്രദേശമായിട്ട് മാറരുത്. ഈ ബോംബ്, പാകിസ്ഥാൻ, ഭീകരവാദം, ഇതൊക്കെ എങ്ങനെയാണ് ഈ വഖഫ് വിഷയത്തിൽ ചേരുന്നത്? ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണോ വഖഫ് നിയമം? ആണല്ലോ. അപ്പൊ ആ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമം അനുസരിച്ചുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എങ്ങനെയാണ് പാകിസ്ഥാൻ ആവുന്നത്? എങ്ങനെയാണ് അത് ബോംബിന്റെ കേന്ദ്രമാവുന്നത്? എന്തിനാണ് ഈ തരത്തിലുള്ള സമീകരണം? എന്തിനാണ്? ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണോ അല്ലയോ? ഒന്നാമത്തെ ചോദ്യം. ആണ്. അതിനുശേഷം എത്ര BJP സർക്കാരുകൾ വന്നു? അടൽ ബിഹാരി വാജ്പേയിയുടെ 3 സർക്കാർ വന്നു, നരേന്ദ്രമോദിയുടെ 2 സർക്കാർ വന്നു. ഇപ്പോൾ ഒരു ഭേദഗതി പാർലമെന്ററി കമ്മിറ്റിയുടെ മുമ്പിലാണ്. ആ പാർലമെന്ററി കമ്മിറ്റി പ്രൊസീഡിംഗ്സ് പൂർത്തീകരിച്ച് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമം ഭേദഗതി ചെയ്തെങ്കിൽ ചെയ്യട്ടെ, അത് നിയമപരമായ കാര്യം. താങ്കൾ ഇതിലേക്ക് പാകിസ്ഥാനെ എന്തിനാണ് ബോംബിനെ ഭീകരവാദത്തേക്ക് കൊണ്ടുവരുന്നത്? വഖഫും ബോംബും തമ്മിൽ എന്താ ബന്ധം? വഖഫും പാകിസ്ഥാനും തമ്മിൽ എന്താ ബന്ധം? വഖഫ് എന്ന് പറഞ്ഞാൽ എന്താ? അത് മുസ്ലിം, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വഖഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സ്ഥാപനങ്ങളുടെ, മുസ്ലിം പള്ളികളുടെ സ്വത്ത് എന്നുള്ളതാണല്ലോ സാമാന്യമായി. ഹിന്ദു സ്ഥാപനങ്ങളുടെ സ്വത്തിനെ ദേവസ്വം എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ നാളെ ഒരു പ്രതിനിധി വന്നിട്ട് ദേവസ്വത്തെ ഇമ്മട്ടിൽ ചിത്രീകരിച്ച താങ്കൾ സഹിക്കോ, പൊറുക്കോ? അല്ല, ദേവസ്വത്തിന് അങ്ങനെയാണെങ്കിൽ ദേവസ്വം ഭൂമികൾ മുഴുവൻ ദേവസ്വത്തിന് വിട്ടുകൊടുക്ക്. ഇതിന് സമാന്തരമായിട്ട് ഹിന്ദുവിനും ജീവിക്കണ്ടേ? ഇതിൽ ക്ലെയിം ചെയ്യുന്ന എല്ലാ ഭൂമിയും വിട്ടുകൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെ നിയമപരമായി സെറ്റിൽ ചെയ്യേണ്ട ഒരു പൊസിഷൻ ആണല്ലോ. അതിനെ ഇങ്ങനെ വൈകാരികമായി ബോംബ്, പാകിസ്ഥാൻ എന്നൊക്കെ ചിത്രീകരിക്കുന്നത് എന്തിനാ? വൈകാരികമായി അല്ലല്ലോ ഈ വിഷയം ഉന്നയിക്കുന്നത്. ഈ മുനമ്പത്തെ മനുഷ്യരെ ഇറക്കി വിടുമെന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗ് പറഞ്ഞു? അല്ല, താങ്കളാണ്. എനിക്കിതിന് ഉത്തരം കിട്ടിയാൽ മതി. എനിക്കിതിന് ഒറ്റ കാര്യത്തിൽ ഉത്തരം കിട്ടും. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. ആ പാസാക്കിയ നിയമത്തെ ഇന്ത്യൻ പാർലമെന്റിന് അമെന്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ വന്നിരിക്കുന്ന അമെന്റ്മെന്റ് അനുസരിച്ചും ഇപ്പൊ പറയുന്ന അമെന്റ്മെന്റ് എന്താ, വഖഫ് എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കും എന്നുള്ളതാണോ? സുരേഷ് ഗോപി പറഞ്ഞു വഖഫ് എന്നാൽ കിരാതം എന്നാണ്. വഖഫ് ബോർഡ് പിരിച്ചുവിടുമെന്നാണോ ഇപ്പോഴത്തെ അമെന്റ്മെന്റ്? അല്ലെങ്കിൽ വഖഫ് പ്രോപ്പർട്ടി ഇനി പാടില്ല എന്നുള്ളതാണോ അമെന്റ്മെന്റ്? നിങ്ങളുടെ സർക്കാർ കൊണ്ടുവന്ന അമെന്റ്മെന്റിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ചില ക്ലോസുകൾ ഭേദഗതി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ വഖഫ് എന്ന് പറഞ്ഞാൽ ആകപ്പാടെ പ്രശ്നമാണ്. അത് ഭീകരവാദമാണ്, അത് പാകിസ്ഥാനാണ്, അത് ബോംബാണ്. ഈ പാകിസ്ഥാൻ ബോംബ്, ഭീകരവാദം, ഈ 3 കാര്യം താങ്കൾ ഇതിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. എനിക്കതിന്റെ വിശദീകരണം വേണം. എന്തിന്? ശ്രീ അഭിലാഷ്, ഇവിടെ ഈ നാട് എത്രത്തോളം അപകടകരമാണെന്ന് ഞാൻ പറയാം. ഒന്ന്, പാർലമെന്റ് നിയമം തന്നെയാണ്, സംശയമില്ല. ആ പാർലമെന്റ് പാസാക്കിയ നിയമം കോൺഗ്രസിന്റെ നിക്ഷിപ്തമായ താല്പര്യം കൊണ്ട് നടപ്പാക്കിയ നിയമമാണ്. ഈ നിയമത്തിൽ ഇന്ത്യൻ ഭരണഘടന, അംബേദ്കർ ഉണ്ടാക്കിയ ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിക്കുന്നു. അല്ല, ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ട് കോടതിയിൽ അത് ചോദിക്കാം. ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ വസ്തുതാപരമായി പ്രതികരിക്കും. ഒരു വിഷയത്തിലെങ്കിലും താങ്കൾ വസ്തുതാപരമായി പ്രതികരിക്കും. ഈ വിഷയത്തിൽ പറയും. തോൽപ്പിക്കരുത്. ഇല്ല, എന്റെ ചോദ്യം ശരി. താങ്കൾ പറയുന്നു പാർലമെന്റ്
പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം 10 മിനിറ്റ് എടുത്ത ഒരു ചോദ്യം എന്ന രൂപേണ പ്രസംഗിച്ചത് ഞാൻ പാസാക്കിയ നിയമം കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ചോദ്യം ചെയ്യാം. ഓക്കെ, അതിനൊരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനി ആവശ്യം വരില്ലേ? അങ്ങനെ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനി ഇവിടെ നടക്കുമ്പോൾ എന്താണ് ഉത്തരം? ശരി, പാർലമെന്റ് അല്ലേ അമെൻഡ് ചെയ്യേണ്ടത്? ഇതിന് ഉത്തരം പറയൂ. ഇല്ല, ഉത്തരം 95-ൽ കോൺഗ്രസിന്റെ അതിഗുരുതരമായ വർഗീയ താല്പര്യം കൊണ്ട് നടപ്പാക്കിയ നിയമമാണ്, നിയമത്തിലെ അമെൻമെന്റ് ആണ് ഇന്നത്തെ വഖഫ് എന്ന പേരിൽ മുനമ്പത്തെ പാവപ്പെട്ടവനെ വഴിയാധാരമാക്കിയിരിക്കുന്നത്. ഇത് മുനമ്പത്ത് മാത്രമല്ല, ഇന്ത്യയിൽ 10,000-കണക്കിന് ആൾക്കാരെ, ലക്ഷക്കണക്കിന് ആൾക്കാരെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. ഇതിന്റെ ഗുരുതരമായിട്ടുള്ള സാഹചര്യം മനസ്സിലാക്കിയിട്ട് വഖഫ് ഭേദഗതി നിയമം, അങ്ങ് പറഞ്ഞതുപോലെ വഖഫ് വിരുദ്ധ നിയമമല്ല, വഖഫ് എടുത്തു കളയുന്ന നിയമം, അമെൻമെന്റ് അല്ല, ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ അപ്പോൾ അതിനെതിരായിട്ട് പ്രമേയം പാസാക്കിയ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കേരളത്തിൽ അങ്ങുൾപ്പെടെ ചിലപ്പോൾ ആ പ്രമേയത്തിന് അനുകൂലിക്കുന്നില്ല എന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്, അങ്ങ് ഇപ്പോൾ ഈ പറഞ്ഞ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ ഇത്രയും മാന്യമായി വഖഫ് നിലനിർത്തിക്കൊണ്ട് വഖഫിൻ്റെ പുറത്ത് ആ വഖഫ് തീരുമാനിക്കുന്ന മുൻസിഫ് കോടതികൾക്ക് ബാധകമല്ലാതെ വഖഫിൽ ഇരിക്കുന്ന വഖഫിൽ ബാധ്യസ്ഥരായിട്ടുള്ള ആൾക്കാർ തീരുമാനിക്കുന്ന വസ്തുക്കൾ അവർക്ക് പിടിച്ചെടുക്കാം, അതിനപ്പുറത്ത് അഡ്ജുഡിക്കേഷൻ അവർക്ക് നടത്താം, അതിനെക്കുറിച്ച് ഒരിടത്തും ചോദ്യം ചെയ്യാൻ പാടില്ല, കളക്ടർക്കോ റവന്യൂവിനോ ഒരു അധികാരവുമില്ല. ഇത്തരത്തിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങളെ മാറ്റാൻ വേണ്ടിയുള്ള നല്ല ഉദ്ദേശത്തോടുകൂടി കൊണ്ടുവന്ന ആ ഭേദഗതിക്കെതിരെ ഈ കേരളത്തിൽ ആണായിട്ട് ഈ മതേതരത്വവും ഭരണഘടനയും ഉയർത്തിപ്പിടിക്കാൻ ആണായിട്ട് ഒരു MLA പോലും ഇല്ലാതെ ഈ രണ്ടു കൂട്ടരും ചേർന്ന് ഒരുമിച്ച് അതിനെ എതിർത്ത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അജണ്ട നിയമമായിട്ട് ഇവിടെ പ്രമേയമായിട്ട് പാസാക്കിയ ഇക്കൂട്ടർ പോപ്പുലർ ഫ്രണ്ടിന്റെ ബോംബ് രാഷ്ട്രീയത്തിനും പോപ്പുലർ ഫ്രണ്ടിന്റെ ജിഹാദ് രാഷ്ട്രീയത്തിനും പോപ്പുലർ ഫ്രണ്ടിന്റെ മലരും പൂവും കരുതിക്കോ കുന്തിരിക്കവും കരുതിക്കോ എന്ന രാഷ്ട്രീയത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളുമാണ് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഞാൻ മാത്രമല്ല, സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനും അതോടൊപ്പം തന്നെ സീറോ മലങ്കര സഭയുടെ പരമാധ്യക്ഷന്മാരും ഇവിടുത്തെ കത്തോലിക്ക സഭയും കത്തോലിക്ക കോൺഗ്രസും ഇവിടുത്തെ ഹിന്ദുവും ഇവിടുത്തെ സമൂഹം മുഴുവൻ അങ്ങനെ കേരള നിയമസഭ പാസാക്കിയ കേരളത്തിന്റെ അസംബ്ലിയെ ഒരു പ്രസംഗം മാത്രമാണ്. ഇതൊരു പ്രസംഗം മാത്രമാണ്. ഒരു താലിബാൻ അസംബ്ലിയെ പോലെ കേരളത്തിന്റെ അസംബ്ലിയെ മാറ്റിയവരാണ് ഈ കമ്മ്യൂണിസ്റ്റ്. വസ്തുതകൾ ഇല്ലാതെ വരുമ്പോഴാണ് വൈകാരികമാവുന്നത്. ഇവിടെ കാതലായ ചില പ്രശ്നങ്ങളുണ്ട്. ഇവിടെ കാതലായ ചില പ്രശ്നങ്ങൾ. സുരേഷ്, താങ്കൾ താങ്കൾക്ക് ഉത്തരവില്ലാതെ ഞാനെങ്കിലും വിചാരിക്കട്ടെ. കാശ്മീരിൽ രാജീവ് ഗാന്ധി ഇന്ത്യ ഭരിച്ചപ്പോൾ ഡാൻസ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യ ഭരിച്ചപ്പോൾ ഡാൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ പ്രിയങ്കയ്ക്കും രാഹുലിന് 55-ാമത്തെ വയസ്സിൽ ഇത് താങ്കൾ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ തയ്യാറാക്കിയ പ്രസംഗമാണ്. വസ്തുതാപരമായ ഒരു ചോദ്യത്തിന് താങ്കൾ ഒച്ച ഉണ്ടാക്കാതെ ചോദ്യങ്ങൾക്ക് വഴങ്ങാൻ അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിന് അപ്പൊ എന്നെ താങ്കൾ ചോദ്യം ചോദിക്കാൻ സമ്മതിക്കില്ലെങ്കിൽ പിന്നെ ഞാൻ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. ഷിജിൻഡോ ജോൺ, ശരി ഷിജിൻഡോ ജോൺ, ശരി ഷിജിൻഡോ ജോൺ മറുപടി. ഞാൻ ചോദിക്കുന്നില്ല. ഇപ്പൊ ചോദ്യം ചോദിക്കാൻ സമ്മതിക്കില്ലെങ്കിൽ പിന്നെ ചോദിക്കാൻ പറ്റില്ലല്ലോ. ഷിജിൻഡോ പറയൂ. അല്ല അഭിലാഷേ, ഞാൻ വിചാരിച്ചു ഈ എസ് സുരേഷിന് എന്താ പറ്റിയ, ഇയാൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, വെള്ളം കുടിക്കേണ്ടി വരുമോ? എന്തിനാ ഇങ്ങനെ വെള്ളം വെക്കുന്നത്? നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ പറയാൻ ഞങ്ങൾ കേൾക്കാം, ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളും കേൾക്കണം. അല്ലാതെ ഒരു സാമാന്യ മര്യാദ ഇല്ലാതെ ഇത് എന്ത് ബഹളമാണ് ഈ കാണിക്കുന്നത്? ഇതൊരു ചാനൽ ചർച്ചയല്ലേ? മിണ്ടാതിരിക്കണം. 10 മിനിറ്റ് ഇവിടെ താങ്കൾ സീനിയർ ആയിട്ടുള്ള ഒരാളല്ലേ, ഒരു മര്യാദ വേണ്ടേ? താങ്കൾ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ വർഗീയ പാർട്ടി കോൺഗ്രസ് ആണെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടിരുന്നില്ല ഞാൻ. അതെന്റെ മര്യാദയാണ്.
അത് കേട്ടിരുന്നതിന്റെ മര്യാദയാ. താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുകൊണ്ടാ. മനസ്സിലായില്ലേ? അല്ലാതെ പാർലമെന്റിലെ ഓം ബിർളയെ പോലെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ പോലെ മറ്റുള്ള ആളുകൾ പറയുന്നത് കേൾക്കേണ്ടെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ തോന്നിവാസം പറഞ്ഞപ്പോ താങ്കൾ എന്നിട്ടൊന്ന് നുള്ളി നോക്കണം. താങ്കൾ പറഞ്ഞ ഈ മുടിഞ്ഞ കള്ളം, കോൺഗ്രസ് ആണ് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ വർഗീയ പാർട്ടി എന്ന് പറഞ്ഞ ഏറ്റവും മുടിഞ്ഞ കള്ളം. ഈ കള്ളം പറഞ്ഞിട്ട് ഒന്ന് നുള്ളി നോക്കണം. കാരണം പറഞ്ഞത് മറ്റുള്ളവർ കേട്ടോ വിശ്വസിച്ചോ എന്ന് അവനവന് തന്നെ ഒരു തോന്നലുണ്ടാവണമല്ലോ. BJPയുടെ പ്രതിനിധിയെ ഈ രാജ്യത്ത് RSS നിരോധിക്കപ്പെട്ടത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ പേരിലും ഗാന്ധിജിയെ വെടിവെച്ചു വന്നതിന്റെ പേരിലാണ്. 78 വർഷം മുമ്പ് 76 വയസ്സുള്ളൊരു വൃദ്ധന്റെ ഇടനെഞ്ചിലേക്ക് വെടിയുണ്ട വായിച്ച പ്രസ്ഥാനത്തിന്റെ പേര് RSS. അതിന്റെ പിന്തുടർച്ചക്കാരാ നിങ്ങൾ വന്ന് ഈ രാജ്യത്തെ വർഗീയ പാർട്ടികൾ മറ്റു പാർട്ടികളെ ചാപ്പ കുത്തുന്നോ? നാണമില്ലേ? ഇനി വഖഫ് വിഷയത്തെ കുറിച്ച് പറയൂ. നിങ്ങൾ കൊണ്ടുവന്ന ഭേദഗതിയിൽ ആ ഭേദഗതിയെ കഥ അവിടെ നിൽക്കട്ടെ. 10 വർഷം നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നല്ലോ. രണ്ടാം മോദി സർക്കാരിന് BJP എന്ത് ഭേദഗതി നിങ്ങൾ അല്ല പറയാം താങ്കൾ മിണ്ടാതിരിക്കൂ. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് 10 വർഷം ഭരണം ഉണ്ടായിരുന്നു. രണ്ടാം മോദി സർക്കാരിന് ഒറ്റയ്ക്ക് BJPക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ട് ഭേദഗതി കൊണ്ടുവന്നില്ല? 95-ൽ കോൺഗ്രസ് കൊണ്ടുവന്നത് കിരാതമാണെങ്കിൽ അതിനുശേഷം അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായല്ലോ. 95-ൽ ഞങ്ങൾ ഈ നിയമം കൊണ്ടുവന്നപ്പോൾ, ഭേദഗതി കൊണ്ടപ്പോൾ, അതിനുശേഷം 10-28 വർഷക്കാലം നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾക്ക് ഒരു പ്രതിഷേധവും ഉണ്ടായില്ലേ? നാണമില്ലേ സുരേഷ് ഇതൊക്കെ പറയാൻ? ഇനി നിങ്ങൾ കൊണ്ടുവന്ന ഭേദഗതിയിൽ എന്ത് തേങ്ങ ഉണ്ടെന്ന് പറയുന്നത്? നിങ്ങൾ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ വെക്കുന്നുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കുമോ? മുനമ്പത്തെ 609 കുടുംബങ്ങൾക്ക് അവരുടെ ഭൂമി വിട്ടുകൊടുക്കാനായിട്ട് വഖഫ് ബോർഡിൽ ഹിന്ദുക്കളായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് മതവിശ്വാസികളായിട്ടുള്ള ആളുകളെ തിരികെ കെട്ടിയിരുന്ന പ്രശ്നം പരിഹരിക്കുമോ? അല്ലെങ്കിൽ വഖഫ് ട്രിബ്യൂണലിൽ നിന്ന് നിങ്ങൾ സിവിൽ കോർട്ടിലേക്ക് അധികാരം എടുത്തു മാറ്റിയാൽ പ്രശ്നം പരിഹരിക്കുമോ? ഈ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുന്ന ആ വിഷയത്തെ അഡ്രസ് ചെയ്യുന്ന എന്ത് നിർദ്ദേശമാണ് നിങ്ങളുടെ ഭേദഗതിയിലുള്ളത്? ഒരു ചുക്കുമില്ല. നിങ്ങൾ ചുമ്മാ തള്ളിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. നിങ്ങളുടെ സുരേഷ് ഗോപി പറഞ്ഞല്ലോ വഖഫ് കിരാതമാണെന്ന്. അദ്ദേഹത്തിനോട് ആദ്യം വഖഫ് എന്ന് പറഞ്ഞ വാചകം ഒന്ന് വായിച്ചു നോക്കാൻ പറയണം. അതിൽ 4 അക്ഷരമല്ല 5 അക്ഷരമുണ്ട്. അതുപോലും അറിയാതെയാണ് ഇതിനെക്കുറിച്ച് തള്ളാൻ വരുന്നത്. ആദ്യം വായിച്ചു നോക്കി ഇത് പഠിച്ചിട്ട് വേണം. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ വഖഫ് എന്ന് പറയുമ്പോൾ ഇത്ര പേടിക്കണം എന്തിനാ? ഇതെന്താ നിങ്ങൾ പറഞ്ഞത്? സമാന്തര പാകിസ്ഥാൻ. നാണമുണ്ടോ സുരേഷേ? അതേ നാവ് കൊണ്ട് നിങ്ങൾ പറയാം നിങ്ങൾ മതേതരവാദികളാണെന്ന്. എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമാന്തര പാകിസ്ഥാൻ എന്ന് പറയുന്നത്? നിങ്ങൾ പാകിസ്ഥാനിലേക്ക് കുറെ ആളുകൾക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കാൻ നടന്നല്ലേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം? ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ടിക്കറ്റ് എടുത്ത് കൊടുത്ത് ടിക്കറ്റ് എടുക്കാൻ അല്ല ടിക്കറ്റ് പോകണം എങ്ങനെയാ? നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോയത് അയോധ്യയിലല്ലേ? അയോധ്യയിൽ നിങ്ങൾ തോറ്റ് തുന്നം പാടിയില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ അയോധ്യയിൽ തോറ്റു? നിങ്ങൾ പറഞ്ഞ ക്ഷേത്രം പണിതെന്ന്, ആ ക്ഷേത്രത്തിൽ പൈപ്പിൽ കൂടെ വെള്ളം വരുന്നത് ഏത് ക്ഷേത്രത്തിലാണ് സുരേഷ്? മേൽക്കൂരയിലെ പൈപ്പിൽ കൂടെ വെള്ളം വരുന്നത് ഏത് ക്ഷേത്രത്തിലാണ്? മേൽക്കൂരയിൽ നിന്ന് വെള്ളം പൈപ്പിൽ കൂടെ വിടുന്നത് BJPയുടെ ഭരണപരിഷ്കാരമാണോ? നിങ്ങൾ പറഞ്ഞ ശിവാജി പ്രതിമ മറിഞ്ഞു വീണില്ലേ? പൊള്ളയാണെന്ന് തിരിച്ചറിഞ്ഞില്ലേ? ശ്രീ VK സനോജ്, ഇവിടെ വഖഫ് വിഷയം ഉന്നയിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കൊണ്ടത് അവസാനിക്കുമെന്നൊന്നും വിചാരിക്കേണ്ട. മറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ആ വിഷയം ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതായത് സമൂഹത്തെ വലിയ തോതിൽ പോളറൈസ് ചെയ്യാൻ ഇന്ധനമുള്ള ഒരു വിഷയമാണ്. അത് ഒരു പൊളിറ്റിക്കൽ പ്ലോട്ട് മാത്രമായി കാണേണ്ടതുമില്ല എന്നിരിക്കെ അത് എമിക്കബിളായി സെറ്റിൽ ചെയ്യാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അത് ചെയ്യുന്നില്ലെങ്കിൽ നീണ്ടുപോകും, വലിയ പ്രത്യാഘാതങ്ങൾ സാമൂഹികമായി ഉണ്ടാവുകയും ചെയ്യും. സർക്കാരിന് ഒന്നും ചെയ്യാനില്ലേ? ഇവിടെ BJPയുടെ വക്താവ് അങ്ങേയറ്റം വർഗീയതയാണ് പ്രസംഗിച്ചത്. ഇത് RSSന്റെ ശാഖായോഗമല്ല, ഇത് മാതൃഭൂമിയുടെ ഫ്ലോറാണ്. ഈ മാതൃഭൂമിയുടെ ഫ്ലോറിൽ വന്നിരുന്നിട്ട് ഈ ജനങ്ങൾക്കോട് എത്രമാത്രം മോശമായ ഭാഷയിൽ അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം തുടക്കത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പട്ടികജാതി വിഭാഗം ആളുകളെ അപഹസിക്കുന്ന, അവരെ അങ്ങേയറ്റം ഇകഴ്ത്തി കാണിക്കുന്ന രൂപത്തിലൊരു പ്രസ്താവന നടത്തി. ഞാനത് ഇടയിൽ ഒന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ വീണ്ടും പറയുന്നു ആണുങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീകൾക്കൊന്നും ഇവിടെ തുല്യതയും കാര്യങ്ങളൊന്നും ഇല്ലേ? ആളുകളായിട്ടുള്ള ആളുകൾ മാത്രം MLA-മാരും MP-മാരും ആയാൽ മതിയോ? അപ്പോൾ എന്തൊക്കെ പ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തിയത്? ഇതൊക്കെ ഇയാളൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇപ്പോൾ വഖഫ് നിയമത്തെക്കുറിച്ച് അഭിലാഷ് ചോദിക്കുന്ന വസ്തുതാപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ല. വസ്തുതാപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ നിൽക്കുമ്പോൾ പിന്നെ സുരേഷ് ശബ്ദമെടുക്കുകയാണ്. ആരാ സുരേഷിനോട് ശബ്ദം എടുക്കാൻ പറഞ്ഞത്? സുരേഷിനെ ആരാണ് പ്രകോപിപ്പിച്ചത്? സുരേഷിൻ്റെ ചർച്ചയിൽ ആരെങ്കിലും ഞങ്ങൾ എന്തെങ്കിലും ഇടയിൽ കയറി സംസാരിച്ചോ? ഇടയിൽ കയറി സംസാരിച്ചില്ല. സുരേഷിനോട് അഭിലാഷ് വളരെ കൃത്യമായി സുരേഷ് നടത്തിയിട്ടുള്ള വർഗീയ പരാമർശം സംബന്ധിക്കുന്ന ഭാഗം ചോദിച്ചപ്പോൾ പിന്നെ സുരേഷ് നിൽക്കക്കള്ളിയില്ലാതായി. പിന്നെ ബഹളത്തോട് ബഹളമാണ്. എത്രമാത്രം അപമാനകരമാണ് ഈ ചർച്ച കേട്ടു നിൽക്കുന്ന ആളുകൾ. നിങ്ങൾ എന്ത് മതനിരപേക്ഷതയെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഇവിടെ വഖഫ് നിയമം നിങ്ങൾ 10 വർഷം ഭരിച്ച് നിങ്ങൾ എന്ത് ചെയ്തു? വഖഫ് നിയമത്തിനകത്ത് പ്രശ്നമുണ്ടെങ്കിൽ കേന്ദ്ര നിയമമല്ലേ? ആ കേന്ദ്ര നിയമത്തിനകത്ത് ഭേദഗതി വരുത്താനുള്ള അവകാശം നിങ്ങൾക്കുണ്ടല്ലോ.
പിന്നെ സുരേഷ് പറഞ്ഞ് ഭേദഗതി നിർദ്ദേശിച്ചപ്പോൾ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ആളുകൾ അതിനെ എതിർത്തു എന്നാണ്. ഞങ്ങൾ എതിർക്കും. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ്. നിങ്ങൾ കൊണ്ടുവരുന്ന നിയമങ്ങളെ, നിങ്ങൾ കൊണ്ടുവരുന്ന പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തെ ഈ രാജ്യത്ത് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നല്ലോ, ഞങ്ങൾ എതിർത്തു. നിങ്ങൾ കൊണ്ടുവരുന്ന പല കാര്യങ്ങളെയും എതിർത്തിട്ടുണ്ട്. 4 ലേബർ കോഡുകൾ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. ഞങ്ങൾക്കും നിങ്ങൾക്കും ഓരോ അഭിപ്രായമാണെങ്കിൽ പിന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ എതിർത്തതിനെന്തോ വലിയ കാര്യമായിട്ടാണ് പറയുന്നത്. ഇനിയും എതിർക്കും. ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ചർച്ച നടക്കുമ്പോൾ പാകിസ്ഥാനിലേക്ക് പോവുകയാണ്. എന്തിനാണ് പാകിസ്ഥാൻ എന്ന ഒരു പദം ഇവിടെ പ്രയോഗിച്ചത്? അഭിലാഷ്, ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിനോട് അവസാനിക്കുന്നില്ല. BJP പുതിയ പുതിയ വർഗീയ അജണ്ടകളുമായിട്ട് വരികയാണ്. അതിനു വേണ്ടിയിട്ട് സുരേഷ് ഗോപി രംഗത്തിറങ്ങിയിട്ടുണ്ട്. സുരേഷ് ഗോപിയെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ഒരാൾ പറയുകയാണ് വഖഫിനെ കുറിച്ച് കിരാതം എന്ന് പറയാണ്. ആര്? കേന്ദ്രം കൊണ്ടുവന്ന നിയമത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അടിമുടി വർഗീയത മാത്രമേ ഇവർക്ക് പറയാനുള്ളൂ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശരി, ഓക്കെ, ആ വിഷയങ്ങൾക്കാണോ പ്രാമുഖ്യം കിട്ടിയതെന്ന് ഗൗരവപൂർണ്ണമായ ചോദ്യമുണ്ട്. വളരെ ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാൻ സമയപരിമിതി ഉണ്ടാകും. എന്തെങ്കിലും പറയണമെങ്കിൽ 30 സെക്കൻഡ്. എല്ലാത്തിനും ഒന്നും ഉത്തരം പറയുന്നില്ല. പട്ടികജാതി സമൂഹത്തെ അപമാനിച്ചു എന്ന് പറയുന്ന ഈ കള്ളപ്രചരണം നടത്തുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പട്ടികജാതി പാർട്ടി BJP. ഞാൻ അയ്യങ്കാളി ട്രസ്റ്റിന്റെ സെക്രട്ടറിയാണ്. മാത്രമല്ല അങ്ങ് ഒന്നുകൂടെ മനസ്സിലാക്കണം. പോളിറ്റ് ബ്യൂറോയിൽ വിജയരാഘവന്റെ എത്താൻ സാധിക്കാത്തത് പട്ടികജാതിക്കാരായി എന്നുള്ള ഒറ്റ അയോഗ്യതയാണ് ഈ 100 വർഷമായ CPM-ന് ഒരു പട്ടികജാതിക്കാരൻ പോളിറ്റ് ബ്യൂറോയിൽ വരാത്തതും ഇന്ന് ഈ ഗതികെട്ട അവസ്ഥയിൽ കിടക്കുന്നത് അവർ പട്ടികജാതിക്കാരായതുകൊണ്ടാണ്. വിജയരാഘവനും MV ഗോവിന്ദനും ഇവരെ നിങ്ങൾ ജാതിയുടെ പേരിലാണ് മുന്നോട്ടുള്ള സമയം പോലും ജനറൽ സീറ്റിൽ മത്സരിപ്പിച്ചു. എന്തായാലും അവഹേളനപരമായ പരാമർശങ്ങൾ ആരും ഗുണകരമല്ല. സൂപ്പർ ഫ്രണ്ട് അവസാനിക്കുന്നു. നമസ്കാരം.